ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അഞ്ജനായ ഷിബിൻ ബഷീർ, ഗേസി, അരുൺ വയനാട്, ഷാഹിദ, ലെനീഷ്, വിപിൻ ബെന്നി, ഷബീർ, മുഹമ്മദ് ഷുഹൈബ്, പ്രവീൺ, ദക്ഷാദീപ്തി അടക്കം, സുരേന്ദ്രൻ അടക്കം, എൽദോ തോമസും മറിയം ഷാജി ഒക്കെ അടക്കം എല്ലാവരും ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശുഭമധ്യാനം നേരുകയാണ്. നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് ആ വാർത്ത തന്നെയാണ്. SBIക്ക് വലിയ തിരിച്ചടി. ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBIക്ക് തിരിച്ചടി. കടപ്പത്രം വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ സംഭാവനകളുടെ മുഴുവൻ വിവരങ്ങളും നാളെ വൈകിട്ട് 5:30 മുൻപ് കൈമാറാൻ നിർദ്ദേശം നൽകി. ജൂൺ 31 വരെ സമയം വേണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി താക്കീത് നൽകി. രാധാകൃഷ്ണൻ ചേർന്നു. സുപ്രീം കോടതി മതിയായ സമയം നൽകിയിട്ടും SBI പോലൊരു സ്ഥാപനം ഒന്നും ചെയ്യാതെ കോടതിക്ക് മുന്നിൽ വന്നു നിന്ന് തലചൊറിഞ്ഞതിന് കിട്ടിയ കനത്ത പ്രഹരം എന്ന് തന്നെ ഇന്നത്തെ വിധിയെ വായിച്ചെടുത്തുകൂടെ? തീർച്ചയായിട്ടും സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച് സുപ്രീം കോടതിയെ, അതിന്റെ ഉത്തരവിനെ, ഭരണഘടനാ ബെഞ്ചിന്റെ താല്പര്യങ്ങളെ ഒക്കെ മറികടക്കാനാണ് SBI ശ്രമിച്ചത് എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഭാഷയിൽ സുപ്രീം കോടതി പറഞ്ഞു. ഒരു ബാങ്ക്, പ്രത്യേകിച്ച് രാജ്യത്ത് ആകെ ഏറ്റവും വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന SBI പോലെയുള്ള ഒരു സംവിധാനം, കോർ ബാങ്കിംഗ് അടക്കമുള്ള സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും തങ്ങളുടെ പക്കലുണ്ട്. ആ വിവരങ്ങളെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടങ്ങളിലാണ്, വ്യത്യസ്ത സൈലോകളിൽ ശേഖരിച്ചിരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ നിരത്തി അതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല, ഇതിന് സാവകാശം അനുവദിക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി ഉത്തരവ് പാലിച്ചു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് SBIക്ക് വേണ്ടി ഹാജരായ ഹരീഷ് സാൽവെ അദ്ദേഹത്തിന്റെ വാദം തുടങ്ങിയത്. അതിന് സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കി എന്നതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം, ഇലക്ട്രൽ ബോണ്ട് നൽകുന്നത് അത് തങ്ങൾ നിർത്തിവെച്ചു. സുപ്രീം കോടതി പറഞ്ഞത് പ്രകാരം കൃത്യമായിട്ട് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ, സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന അതേ മാതൃകയിൽ പ്രസിദ്ധീകരിക്കാനായി ജൂൺ 31 വരെ സമയം വേണം. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ അതിൽ തെറ്റുകൾ കടന്നുകൂടാനായിട്ട് സാധ്യതയുണ്ട് എന്ന വാദമാണ് SBI ഉന്നയിച്ചത്. ആ ഘട്ടത്തിൽ സുപ്രീം കോടതി ഇടപെടുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ SBIയുടെ അപേക്ഷ, പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിനെ കേവലം ഒരു അപേക്ഷ കൊണ്ട് മറികടക്കാനായിട്ടുള്ള താല്പര്യം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യം ഉന്നയിച്ച് നേരിടുകയും ചെയ്തു. ഇതിന് SBI വിവരിച്ച് കാര്യമായിട്ട് പറഞ്ഞത് തെറ്റുണ്ടാകരുത്, സുപ്രീം കോടതിയുടെ ഉത്തരവിന് അടിസ്ഥാനമായി പ്രസിദ്ധീകരിക്കുന്ന വിവരങ്ങളിൽ ഏതെങ്കിലും വിധത്തിലൊരു തെറ്റ് കടന്നുകൂടരുത് എന്ന ഉത്തമ താല്പര്യമാണ് അത്തരത്തിലുള്ള ഒരു ആവശ്യത്തിലേക്ക് തങ്ങളെ എത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല, ചില വിവരങ്ങൾ വേണമെങ്കിൽ അത് തങ്ങളുടെ പക്കൽ ഇപ്പോൾ തന്നെയുണ്ട്. അത് 3 ആഴ്ചയ്ക്കുള്ളിൽ പ്രസിദ്ധീകരിക്കാനായിട്ട് സാധിക്കും. അത് ഈ ബോണ്ടുകൾ വാങ്ങിയവരാരൊക്കെയാണ്, അവർ എത്ര രൂപയ്ക്ക് ബോണ്ട് വാങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങൾ ആദ്യ 3 ആഴ്ചയ്ക്കുള്ളിൽ പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. അതിനുശേഷം ഓരോന്ന് എന്ന ക്രമത്തിൽ ജൂൺ 31-നകം ഈ വിവരങ്ങളെല്ലാം പൂർണ്ണമായിട്ട് കൈമാറാം എന്നായിരുന്നു SBI സ്വീകരിച്ച നിലപാട്. പക്ഷേ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ SBIക്ക് മുന്നിൽ വെച്ചു. ഈ പണം സ്വീകരിച്ചത് രാഷ്ട്രീയ പാർട്ടികൾ ഒരു കറണ്ട് അക്കൗണ്ട് വഴി ആണ്. അതിനായി ഉണ്ടാക്കിയിരിക്കുന്ന കറണ്ട് അക്കൗണ്ടിലെ വിവരങ്ങൾ എടുത്താൽ തന്നെ ആരിൽ നിന്നൊക്കെ എത്രയൊക്കെ തുക വാങ്ങി എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള വിവരം ശേഖരിക്കാവുന്നതേയുള്ളൂ. രാജ്യത്ത് 19 ഇടങ്ങളിലാണ് ഇതിനായിട്ടുള്ള സംവിധാനങ്ങൾ SBIക്ക് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 19 ഇടങ്ങളിലെ വിവരങ്ങൾ നിമിഷ നേരം കൊണ്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലേ ഉള്ളത് എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഒപ്പം ഈ പണം നൽകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതിന് വേണ്ടി ഒരു അപേക്ഷയുണ്ടായിരുന്നു, KYC ഉണ്ടായിരുന്നു, അത് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പ്രകാരം എല്ലാ വിവരങ്ങളും ലിഖിത രൂപത്തിൽ ഇലക്ട്രോണിക് മാർഗത്തിൽ സംഭരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇവയൊന്നും ജൂൺ 31 മുൻപ് ഇവയെ നൽകാനായിട്ട് സാധിക്കില്ല എന്ന വാദം അത് അപ്രസക്തമാണെന്ന് കോടതി പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ SBI രേഖകൾ 2 വ്യത്യസ്ത രീതിയിൽ സമർപ്പിക്കാമെന്ന് പറയുന്നു. ഒന്നിൽ ബോണ്ട് നൽകിയവരുടെയും നൽകിയ തുകയുടെയും വിശദാംശങ്ങൾ, രണ്ടാമത്തേതിൽ പാർട്ടികൾ സ്വീകരിച്ച ബോണ്ടിന്റെ വിശദാംശങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഇതിന്റെ ഒരു മാച്ചിങ് വിവരങ്ങളുണ്ടല്ലോ. ഏതൊക്കെ കോർപ്പറേറ്റുകൾ, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര തുക കൈമാറി എന്ന സൂക്ഷ്മ ഒരു വിശദാംശമുണ്ട്. അപ്പോൾ ഈ 2 പട്ടികയിൽ നിന്നും അത് വ്യക്തമാകുമോ നാളെ? അതോ ആരൊക്കെ ഈ ബോണ്ടുകൾ സ്വീകരിച്ചു, ഏതൊക്കെ പാർട്ടികൾക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ പൊതുസമക്ഷമുള്ള 6000 ചില്ലുവാനും കൂടി BJPക്ക്, ഇത്ര കൂടി SPക്ക്, ഇത്ര കൂടി, അങ്ങനെയുള്ള നമുക്ക് ഇതുവരെ അറിയാവുന്ന വിവരങ്ങളുടെ ആധികാരിക സ്വഭാവത്തിൽ നാളെ വരുന്നു എന്നേ ഉള്ളൂ. ഏതൊക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായി സിഗ്നിഫിക്കൻ്റ് ആകുന്ന വിവരം എന്താണ്, ഏതൊക്കെ കോർപ്പറേറ്റുകൾ, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര കൊടുത്തു, അതിൻ്റെ കിക്ക് ബാക്ക് അവർക്ക് കിട്ടിയോ എന്നൊക്കെയാണല്ലോ. ഇതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള വിവരം അതാണ്. അത് നാളെ വരുമെന്ന് കരുതാവോ? ഈ വിവരങ്ങളെല്ലാം
വളരെ വലിയ രീതിയിൽ സ്വകാര്യത മാനിച്ചുകൊണ്ട് സംഭരിച്ചിരിക്കുകയാണ് എന്നാണ് SBI പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 2 സൈലോകളിലായിട്ടാണ് ഇവയുടെ ശേഖരണം നടന്നിരിക്കുന്നത്. ഈ സൈലോകളിലുള്ള വിവരങ്ങൾ എല്ലാം ഏകോപിപ്പിച്ചാൽ മാത്രമേ എല്ലാ വിവരങ്ങളും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പോലെ ഉള്ള ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിലുള്ള പോലെയുള്ള എല്ലാ വിവരങ്ങളും വിശദമായിട്ട് നൽകാനായിട്ട് സാധിക്കും. അതിന് തങ്ങൾക്ക് സമയം വേണം എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇവയെല്ലാം സംബന്ധിച്ച് സംഭരിച്ച വിവരങ്ങളുടെ അതത് ഹെഡുകളിൽ അവ പ്രസിദ്ധീകരിക്കാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ SBIക്ക് സാധിക്കുന്നതേയുള്ളൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ സാധിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് ആ നടപടികൾ പൂർത്തിയാക്കൂ എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിൽ നിന്ന് ഒരുപക്ഷെ വേണമെങ്കിൽ SBIക്ക് വ്യത്യസ്തങ്ങളായിട്ട് ഒരു കക്ഷി തന്നെ അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര തുക നൽകി എന്നത് വിവരിക്കാതെ നാളെ സത്യവാങ്മൂലം അല്ലെങ്കിൽ നാളെ വിവരങ്ങൾ കൈമാറാനായിട്ട് സാധിക്കും. പക്ഷേ അപ്പോഴും ഈ SBIക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അവിടെ നിലനിൽക്കുന്നതായിട്ടുള്ളത് ഈ ഹർജിക്കാരായിട്ടുള്ള ഈ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിന് കാരണക്കാരായിട്ടുള്ള വാദികൾ നൽകിയ കണ്ടംപ്റ്റ് സുപ്രീം കോടതി കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നതാണ്. ഈ വിധത്തിലാണ് വിവരങ്ങൾ കൈമാറുന്നത്. അതിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമുണ്ടെങ്കിൽ ഈ ഹർജിക്കാർക്ക് വീണ്ടും സുപ്രീം കോടതിയിൽ ഈ കണ്ടംപ്റ്റ് മൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് പന്ത് ഇപ്പോൾ SBIയുടെ കോർട്ടിലാണ് എന്ന് നമുക്ക് പറയാം. SBI നാളെ ഈ വിവരങ്ങളെ ഏത് വിധത്തിൽ പ്രതിഫലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു? SBI പറഞ്ഞത് തങ്ങളുടെ ഈ വിവരങ്ങൾ സുപ്രീം കോടതി പറഞ്ഞ ഉത്തരവിൽ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നൽകണമെന്ന ആഗ്രഹമാണ് തങ്ങൾക്കുള്ളത് എന്നാണ് പറഞ്ഞത്. അത് പാലിക്കാൻ വേണ്ടിയിട്ടാണ് സമയം ആവശ്യപ്പെട്ടത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ വളഞ്ഞ വഴിയിൽ ഈ കാര്യങ്ങളെ സമീപിക്കേണ്ട, നേരായിട്ടുള്ള വഴിയിൽ ഈ അക്കൗണ്ടുകൾ നിങ്ങളുടെ പക്കലുണ്ട്, അതുകൊണ്ട് അത് നേരായിട്ടുള്ള വഴിയിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യക്തികൾ ഓരോ പാർട്ടികൾക്ക് വേർതിരിച്ച് നൽകിയ പണത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വേണമെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ അത് സങ്കീർണമാണ് എന്ന് പറഞ്ഞ് SBIക്ക് നൽകുന്നത് വൈകിപ്പിക്കാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പിന്നീട് ഈ എതിർകക്ഷികളുടെ ഭാഗത്ത് നിന്ന് അതിലെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതിനോടൊപ്പം SBI വിവരങ്ങൾ നൽകണമെന്ന് പറയുന്നത് അത് പൗരന് അറിയാൻ അവകാശപ്പെട്ട വിവരങ്ങളാണ്. അതിൽ നിന്ന് തടയാൻ ആർക്കും അവകാശമില്ല. നല്ലതാണ്. പക്ഷേ ഈ പറയുന്ന അതിൽ ഏതൊക്കെ കോർപ്പറേറ്റുകൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തൊക്കെ സഹായം തിരികെ വാങ്ങിക്കൊണ്ട് കോടികൾ നൽകി എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനം, പൗരന് അറിയേണ്ട വിവരം. അത് നാളെ വരുമോ എന്ന് നമുക്ക് കാത്തിരുന്നതിൽ കാണാം. ജയലാൽ ഭാസ്കരൻ പറയുകയാണ്, ആധുനിക കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഇത്രയധികം മെച്ചമായ സമയത്ത് ഇത് പ്രസിദ്ധപ്പെടുത്താൻ SBI എന്താണ് ഇത്ര അമാന്തം കാണിക്കുന്നത്, എന്തോ കാതലായ പ്രശ്നം മണക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒന്നിനോട് പ്രേക്ഷകർ പറയുന്നുണ്ട്. രഘുനന്ദനം പറയുന്നു SBIയുടെ അപേക്ഷ തള്ളിയത് സുപ്രീം കോടതി ഒരു നല്ല തീരുമാനമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹരീഷ് സാറ് വാദിക്കുന്നത് ഇത് എന്താണ്, ഇതൊക്കെ ഡീറ്റെയിലി ക്രോഡീകരിക്കാൻ സമയമെടുക്കുന്നു എന്നുള്ളതാണ്. ഓർത്തു നോക്കണം, ഓരോ ദിവസവും കോടാനുകൂടി രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ബാങ്കിൽ 26 ദിവസമായിട്ട് ഡീറ്റെയിലി ക്രോഡീകരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടമാണ് എന്നേ പറയാനുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഹർജി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ നിയമനം ചോദ്യം ചെയ്താണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഒഴിവുകൾ നികത്താൻ തിരക്കിട്ട നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്തുണ്ട്. നിയമന സമിതിയുടെ യോഗം വെള്ളിയാഴ്ചയാണ്. അരുൺ ഗോയൽ രാജിക്ക് കാരണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായുള്ള തർക്കമെന്ന് സൂചന. അച്യുതൻ വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെക്കുന്നു, അതും ഇലക്ഷന്റെ 11 മണിക്കൂറിലാണ് രാജി. ആ രാജിക്ക് ദിവസം ഇത്രയാകുമ്പോഴും അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതിനപ്പുറം നിഗമനങ്ങൾ മാത്രം നിൽക്കുന്നത് എത്രത്തോളം ആശാസ്യമാണ്, എന്താണ് ആ കാരണം എന്നത് ഇപ്പോഴും ദുരൂഹമല്ലേ അച്യുതൻ? തീർച്ചയായിട്ടും ഹാഷ്മി, അരുൺ ഗോയലിന്റെ രാജി വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കാരണം പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം, ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി അത് അശുഭകരമാണ്, എന്താണ് ഇതിന് പിന്നിലെന്നുള്ളത് വ്യക്തമാക്കണം, കേന്ദ്രം തന്നെ വ്യക്തമാക്കണം എന്ന് തന്നെയാണ് പ്രതിപക്ഷം പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇപ്പോഴും അതിലൊരു വ്യക്തത വന്നിട്ടില്ല. കാരണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായുള്ള തർക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ ബംഗാളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗങ്ങൾ ചേർന്നിരുന്നു. പക്ഷേ അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ പോലും അരുൺ ഗോയൽ പങ്കെടുത്തിരുന്നില്ല. അതുപോലുള്ള പ്രവണതകൾ, അതായത് ഉത്തർപ്രദേശിലായിരുന്നാലും തമിഴ്നാട്ടിലായിരുന്നാലും ഇത്തരത്തിൽ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ അരുൺ ഗോയൽ ഭാഗമായിരുന്നില്ല. അപ്പോൾ അതെല്ലാം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. മറ്റൊന്ന്, ഈ ശിവസേന തർക്കവുമായി ബന്ധപ്പെട്ട് അന്ന് അരുൺ ഗോയൽ ഉന്നയിച്ചിരുന്ന ഒരു അഭിപ്രായം, മുന്നോട്ട് വെച്ചൊരു അഭിപ്രായം എന്നുള്ളത് നിയമസഭാ ഭൂരിപക്ഷത്തോടൊപ്പം തന്നെ സംഘടനാ ഭൂരിപക്ഷവും കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഒരു തീരുമാനം എടുക്കാനെന്നാണ്. പക്ഷേ ആ ഒരു അഭിപ്രായത്തെ അല്ലെങ്കിൽ ഉൾക്കൊള്ളാതെയാണ്
ആണ് അതിലൊരു തീരുമാനമെടുത്തത്. അതായത് നിയമസഭാ ഭൂരിപക്ഷം കണക്കിലെടുത്തായിരുന്നു അന്ന് ആ വിഷയത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇത് NCPയുടെ വിഷയത്തിലും ഇത് ആവർത്തിക്കപ്പെട്ടു. അതുകൊണ്ട് ഇത്തരം തർക്കങ്ങളാണ് ഈ ഒരു രാജിക്ക് പിന്നിലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും അത്തരം ചർച്ചകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ, അതായത് ഈ നിയമന സമിതി യോഗം വെള്ളിയാഴ്ച ചേരുന്നതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഒരു നിയമന സമിതി ആ ഒരു പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു. ആ നിയമം പരിശോധിക്കുമ്പോൾ ആ നിയമന സമിതിയിൽ വരുന്നത് പ്രധാനമന്ത്രിയും ഒരു ക്യാബിനറ്റ് മന്ത്രിയും, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും അതിനോടൊപ്പം തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവുമാണ് അതിൽ ഉൾപ്പെടുന്നത്. പക്ഷേ ഇതിൽ ഈ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിനെതിരെ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഈ അടിയന്തര സ്റ്റേ വേണമെന്നുള്ള ആവശ്യങ്ങൾ സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ തള്ളിയിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ജിയാ താക്കൂറാണ് ഈ ഒരു സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് നിലവിലെ ഈ നിയമന സമിതി അത് പരിശോധിക്കുമ്പോൾ അതിലൊരു ഭരണകക്ഷിയുടെ ആധിപത്യമാണ് കാണാൻ കഴിയുന്നത്. സ്വതന്ത്രമായ ഒരു അംഗം ആ ഒരു പാനലിനുള്ളിൽ, ആ സമിതിക്കുള്ളിലില്ല. അതുകൊണ്ട് തന്നെ സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പ് ലംഘനം കൂടിയാണ് നടക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം ഇടപെടലുകൾ നിയന്ത്രിക്കണമെന്നൊരു ആവശ്യമാണ് ഹർജിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ ആരോപണമാണ് കോൺഗ്രസിന്. അതിപ്പോൾ സുപ്രീം കോടതി വ്യവഹാര വഴിയിൽ തന്നെ കോൺഗ്രസ് നീങ്ങുകയുമാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷം നീങ്ങുകയുമാണ്. സനൽകുമാർ പറയുന്നു അരുൺ ഗോയൽ BJP സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടാകും ആശു എന്ന് പറയുന്നു. അത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണമാണ്. എന്താണ് അരുൺ ഗോയൽ രാജിവെച്ചത് BJP സ്ഥാനാർത്ഥി ആവാനാണോ എന്ന ചോദ്യം. അത് ഗുരുതരമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് BJP ആണ്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് അരുൺ ഗോയൽ രാജിവെക്കുന്നത് എന്നതിന് വ്യക്തത വേണ്ടേ? വേറെ പ്രേക്ഷകൻ മോൾ പറയാണ്, മൊണാലിസ, കാൽനടയാത്ര പോലും മണിക്കൂറുകളോളം സ്തംഭിപ്പിച്ച് നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള ഈ റോഡ് ഷോ ഒക്കെ കടുത്ത ജനദ്രോഹമാണ്. കിട്ടുന്ന വോട്ടുകൾ കൂടി നഷ്ടപ്പെടുത്താൻ ഉപകരിക്കൂ, ഓർമ്മ വേണം എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയുടെ ശക്തി പ്രകടനമാണ് ഒരു ദിവസം നടത്തുന്ന റോഡ് ഷോ, അല്ലെങ്കിൽ ആ സമയം നടന്ന റോഡ് ഷോ. അത് പിന്നെ ആ മേഖലയിലെ പാവങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിലാവരുത് എന്നത് രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധ വേണം. റോഡ് ഷോ ഒന്നും വേണ്ടാന്ന് നോക്കാൻ പറ്റുമോ? പറ്റത്തില്ലായിരിക്കും. നമ്മൾ നേരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. BJPയിൽ ചേർന്നതിന് പിന്നാലെ മുരളി മന്ദിരത്തിലെത്തി പത്മജ വേണുഗോപാൽ. തൃശൂരിൽ തന്നെ തോൽപ്പിച്ചതുപോലെ K മുരളീധരനെയും കോൺഗ്രസുകാർ തോൽപ്പിക്കുമെന്ന് പറയുകയാണ് പത്മജ. അങ്ങനെ സംഭവിച്ചാൽ അദ്ദേഹത്തിന് BJPയിലേക്ക് പോകുന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വരും. ഷമാ മുഹമ്മദിനെ പോലെ കോൺഗ്രസിൽ അവഗണന നേരിടുന്നവരെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും പത്മജ പറയുകയാണ്. പാവ മുരളിയേട്ടൻ അവിടെ വടകര ഒന്ന് ജയിച്ചു പോയേനെ, എന്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടേന്നല്ല. കാരണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന് എന്താ പറയണ്ടേ, ജാതകപ്രകാരം ഈ സമയം നോക്കണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തൃശ്ശൂരാണ് കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര്. ഇവിടെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി തന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സഹോദരൻ മാത്രമല്ല, പലരും വരും. സൂരജ് വിവരങ്ങളുമായി. അപ്പോൾ K മുരളീധരൻ തോക്കുമെന്നാണോ എന്ന ചോദ്യത്തിന് അങ്ങനെ പറയുന്നില്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ സുരേഷ് ഗോപി ജയിക്കും എന്നും പറയുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കുറേ അധികം ചോദ്യങ്ങളോട് മറുപടി പറഞ്ഞു പത്മജ, അല്ലേ സൂരജ്? തീർച്ചയായും ഹാഷ്മി, പറയാതെ പറഞ്ഞ കുറേ മറുപടികളുണ്ട്. ആ മറുപടികളിൽ എന്തായാലും വരും ദിവസങ്ങളിലെല്ലാം കോൺഗ്രസിനും വലിയ മറുപടി പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുമുണ്ട്. അതിൽ പ്രധാനമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ തോൽപ്പിച്ചതിന് പിന്നിൽ അതിൽ കോൺഗ്രസുകാർ തന്നെയാണ്. കോൺഗ്രസിന്റെ നേതാക്കളടക്കം ആ തോൽവിയിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പത്മജ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുമ്പോൾ ആ വാഹനത്തിൽ, പ്രിയങ്ക ഗാന്ധിയോടൊപ്പം ആ വാഹനത്തിൽ കയറുന്നതിന് വേണ്ടി പത്മജിയോട് 22.5 ലക്ഷം രൂപ അന്നത്തെ DCC പ്രസിഡന്റ് ആയിരുന്ന MP വിൻസെന്റ് വാങ്ങി എന്നൊരു സാമ്പത്തിക ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പത്മജിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് ഇന്ന്, അതായത് മുരളീധരന്റെ ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ വേളയിൽ ഇടത്തും വലത്തും നിന്ന 2 നേതാക്കളാണ്. അതോടൊപ്പം തന്നെ ആ സമയത്ത് 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ DCC പ്രസിഡന്റ്, ആ DCC പ്രസിഡന്റ് തോൽവിക്ക് കാരണക്കാരാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ബാക്കി 2 പേരാണ് എന്ന് പറയുന്നു. ആ ബാക്കി 2 പേർ പഴയ DCC പ്രസിഡന്റ് MP വിൻസെന്റും നിലവിലെ MP ആയിട്ടുള്ള TN പ്രതാപനുമാണ്. ഈ 2 പേർക്കെതിരെയുമാണ്, അതായത് തന്നെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഈ 2 പേരും പ്രവർത്തിച്ചു എന്നുള്ളതാണ് പത്മജ പറയുന്നത്. അതോടൊപ്പം തന്നെ വടകരയിൽ സുഖമായി K മുരളീധരൻ ജയിക്കുമായിരുന്നു. പക്ഷേ തൃശ്ശൂരിലെത്തിച്ച് അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നേതാക്കൾ നടത്തിയിരിക്കുന്നതും. സുരേഷ് ഗോപി എന്തായാലും തൃശ്ശൂരിൽ ജയിക്കുമെന്നും പത്മജ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പത്മജയ്ക്ക് പിന്നാലെ K മുരളീധരൻ BJPയിലേക്ക് എത്തുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് K മുരളീധരൻ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിലെ പല നേതാക്കളും BJPയിലേക്ക് എത്തുമെന്നും അതോടൊപ്പം തന്നെ ഷമാ മുഹമ്മദ് അടക്കം കോൺഗ്രസിൽ അസംതൃപ്തരായി നിൽക്കുന്ന ആളുകളെ മുഴുവൻ സ്വാഗതം ചെയ്യുകയാണെന്നും പത്മജ
വേണുഗോപാൽ പറയുന്നു. എന്തായാലും BJP പ്രവേശനത്തിന് ശേഷം ആദ്യമായാണ് ഈ മുരളി മന്ദിരത്തിലേക്ക് പത്മജ എത്തുന്നത്. അത് BJP പ്രവർത്തകർ വലിയ ആഘോഷപൂർവ്വം തന്നെ അവരെ എതിരേൽക്കുന്ന സാഹചര്യമാണ് കണ്ടത്. BJP പ്രവർത്തകരെല്ലാം രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. വലിയ സ്വീകരണം BJP ജില്ലാധ്യക്ഷൻ KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മുരളി മന്ദിരത്തിൽ പത്മജയ്ക്ക് ഒരുക്കുകയും ചെയ്തു. കാശ്മീർ സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മുരളി മന്ദിരത്തിലെത്തി പത്മജ വേണുഗോപാൽ പിതാവിന് സ്മൃതി മന്ദിരത്തിൽ അവിടെ പോയി അതിനുശേഷം രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. താൻ പാർട്ടിയുടെ ആരുമല്ല എന്ന കെ സുധാകരന്റെ പരാമർശത്തിന് പരോക്ഷ മറുപടിയുമായി ഷമാ മുഹമ്മദ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പാർട്ടി വക്താവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഷമാ മുഹമ്മദ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. മൈ ID എന്ന തലക്കെട്ടിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. സ്ഥാനാർത്ഥി പട്ടികയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ ഷമ പറഞ്ഞ കാര്യം സത്യം എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പത്മജ വേണുഗോപാൽ ഷമാ മുഹമ്മദിനെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും പാർട്ടി അവഗണിക്കുന്നു എന്നായിരുന്നു കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിന്റെ പരാതി. ഇതിനു പിന്നാലെ ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്ന KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രസ്താവനയ്ക്കാണ് ഫേസ്ബുക്കിലൂടെയുള്ള ഷമാ മുഹമ്മദിന്റെ പരോക്ഷ മറുപടി. കോൺഗ്രസ് വക്താവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിന്റെ സ്ക്രീൻഷോട്ട് മൈ ID എന്ന പേരിലാണ് ഷമാ മുഹമ്മദ് പങ്കുവച്ചത്. കെ സുധാകരൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം. ഷമാ മുഹമ്മദുമായി ഫോണിൽ സംസാരിച്ചെന്നും VD സതീശൻ. പ്രസിഡന്റ് ആ ഉദ്ദേശത്തിലൊന്നല്ല പറഞ്ഞത്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവരിനി ഒരു കാര്യവും അങ്ങനെ പറയില്ല. അവർ പാർട്ടിയുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഷമാ മുഹമ്മദ് പാർട്ടിയുടെ അനിവാര്യ ഘടകമെന്ന് KC വേണുഗോപാൽ. അവർക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. അത് സംശയമുണ്ട്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിൽ അവഗണന നേരിടുന്നവരെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് പത്മജ വേണുഗോപാൽ. തീർച്ചയായിട്ടും ആർക്കൊക്കെ മനസ്സിന് വിഷമമുണ്ട് അവരൊക്കെ വരും. ഇനി നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ആരൊക്കെ വരുന്നുണ്ട നിങ്ങൾ എട്ടും. അപ്പോഴേക്കും നമ്മളൊക്കെ ഒതുങ്ങി പോയിട്ടുണ്ടാവും. കാരണം അതിനേക്കാളും പ്രഭവന്മാരെ വരാൻ പറ്റും. ഷമാ മുഹമ്മദിന്റെ ആരോപണം LDF നേതാക്കളും ഏറ്റെടുത്തിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കെ സുധാകരൻ അപമാനിച്ചു എന്ന് പറഞ്ഞ ഷമാ മുഹമ്മദിനെ സ്വാഗതം ചെയ്യുന്നു BJP. ഷമാ മുഹമ്മദിനായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ പത്മജ വേണുഗോപാലിനെ വിമർശിക്കുന്ന K മുരളീധരൻ BJPയിലേക്ക് വരേണ്ടി വരും. കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹവും BJPയിൽ ചേർന്നേനെ എന്നും B ഗോപാലകൃഷ്ണൻ 24നോട് പറഞ്ഞു. ഷമയെ സ്വാഗതം ചെയ്യുന്നു. ഷമയോടൊപ്പം കോൺഗ്രസിലെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ രമ്യ ഹരിദാസനെ വരെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചില യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് പത്മജയെ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന്. പറഞ്ഞവർ പറഞ്ഞ മാതിരി തിരിച്ചു പോവില്ല. ആ രീതിയിൽ ഞങ്ങൾ വളരെ ശക്തമായി പത്മജയെ സംരക്ഷിക്കും. അത് ഷമാ മുഹമ്മദിനെയും രമ്യ ഹരിദാസനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് ഷമാ മുഹമ്മദൊക്കെയാണ്. BJPയിലേക്കുള്ള ഷമയുടെ പ്രതികരണം പ്രതീക്ഷിക്കുകയും ചെയ്യാം. KC വേണുഗോപാലിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വം BJPയെ സഹായിക്കാനാണെന്ന പ്രചരണം ശക്തമാക്കി CPIM. ആലപ്പുഴയിൽ വേണുഗോപാൽ ജയിക്കില്ലെന്നും രാജ്യസഭയിൽ കോൺഗ്രസിന് ഒരു സീറ്റ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുമെന്നും MV ഗോവിന്ദൻ. ആലപ്പുഴ സീറ്റിൽ MV ഗോവിന്ദൻ മനപ്പായസം ഉണ്ണേണ്ട എന്നാണ് രമേശ് ചെന്നിത്തലയുടെ തിരിച്ചടി. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിടാൻ കാരണം KC വേണുഗോപാൽ എന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. KC വേണുഗോപാൽ കൂടി പ്രചാരണത്തിനെത്തിയതോടെ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചൂടേറി. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP സ്ഥാനം 2.5 വർഷം കൂടി ബാക്കി നിലനിൽക്കെ KC വേണുഗോപാൽ ഇപ്പോൾ മത്സരിക്കുന്നത് BJPയെ സഹായിക്കാനാണെന്ന പ്രചാരണം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇടത് ക്യാമ്പ്. AM ആരിഫിനും മന്ത്രി P പ്രസാദിനും പിന്നാലെ KC വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. KC വേണുഗോപാലൻ ആലപ്പുഴയിൽ ജയിക്കാൻ പോകുന്നില്ല. പിന്നെ അവിടെ അതിൻ്റെ അപ്പുറത്ത് ആലോചിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിക്കില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് മാത്രമേ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളൂ. ആ കൊടുങ്കാറ്റിൽ പതറാതെ നിന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം. BJPയുടെ പിന്തുണ നേടിയാലും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ആരിഫിനെ തോൽപ്പിക്കാൻ KC വേണുഗോപാലിനാവില്ല. KC വേണുഗോപാൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറപ്പിക്കാൻ CPIM വാശിയോടെ പ്രവർത്തിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. റെക്കോർഡ് ഭൂരിപക്ഷത്തിന് KC വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അങ്ങനെ MV ഗോവിന്ദൻ മനപ്പായസം ഉണ്ണണ്ട. ആ ഒരു കാരണവശാലും കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കാനാണ് KC വേണുഗോപാലിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. ആലപ്പുഴയിൽ BJP വോട്ട് 2 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ. ഒപ്പം പത്മജ വേണുഗോപാലിനെ BJPയിൽ എത്തിച്ചത് KC വേണുഗോപാലാണെന്നും ശോഭാ സുരേന്ദ്രന്റെ പരാമർശം. ഈ ഒന്നും രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും അറിയാത്ത രാഹുൽ ഗാന്ധിനെ വഴിതെറ്റിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അഖിലേന്ത്യാ തലത്തിൽ തകർത്താളാണ് ശ്രീമാൻ KC മര്യാദയ്ക്കായിരുന്നുവെങ്കിൽ ഇന്ന് ലീഡറുടെ മകൾ കോൺഗ്രസ് പാളയത്തിൽ നിൽക്കുമായിരുന്നു.
AICC സംഘടനാകാര്യ ചുമതലയും മറ്റു മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളും കണക്കിലെടുത്ത് ആലപ്പുഴ മണ്ഡലത്തിൽ ആകെ 15 ദിവസത്തെ പ്രചാരണ പരിപാടികളാണ് UDF ആസൂത്രണം ചെയ്തിരിക്കുന്നത്. KC വേണുഗോപാലിന്റെ അസാന്നിധ്യത്തിൽ നാടിളക്കിയുള്ള പ്രചാരണമാണ് CPIM ലക്ഷ്യമിടുന്നത്. മണ്ഡലത്തിൽ KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. 24 ആലപ്പുഴ. സൗജ പറയുകയാണ്, ഷമ മുഹമ്മദ് ചാനൽ ചർച്ചകൾ മാത്രം പങ്കെടുത്ത പോരാ ഹാഷ്മി, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുക കൂടി വേണം എന്ന് പറഞ്ഞാൽ ഷമയുടെ തട്ടകം പ്രവർത്തന മേഖല ദേശീയതലമാണ്, ദില്ലിയൊക്കെയാണ്. അപ്പോൾ അവിടെ തീരെ പാർട്ടി പരിപാടികൾ പങ്കെടുക്കുന്നുണ്ടോ എന്നാലും നമുക്കറിയില്ലല്ലോ. അങ്ങനെ തീരെ പങ്കെടുക്കാതിരിക്കുന്ന ആളല്ല ഷമ എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്കിടയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന മനുഷ്യരെ മാത്രമേ ജനങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. അതിപ്പോൾ ചാനൽ ചർച്ചകളിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നു എന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കുന്ന മനുഷ്യന്മാർക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് സ്നേഹം ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനോട് ഞാൻ സൗജ പറഞ്ഞുകൊണ്ട് യോജിക്കുകയാണ്. രാജേന്ദ്രൻ വാസ്തവം പറയുന്നു, ആഷ്മി ഗുഡ് ആഫ്റ്റർനൂൺ ചേട്ടാ, ഇന്നലെ അവതാരപ്പുലികൾ ഇല്ലാത്തത് കൊണ്ട് ഉപ്പ് ചേർക്കാത്ത കറി പോലെയായിപ്പോയി എന്ന് പറയുകയാണ്. ചേട്ടാ ഇലക്ഷൻ തിരക്കൊക്കെയാണ്, കഴിയട്ടെ, നമ്മൾ വീണ്ടും ഉപ്പ് ചേർക്കും. ഇവിടെ ഷഫീർ മണ്ണാർക്കാട് പറയുകയാണ്, ഇലക്ഷൻ കാലത്ത് മൈക്ക് കാണുമ്പോൾ തട്ടിവിടുന്ന ഔചിത്യമില്ലാത്ത തള്ളുകൾ ഫലം വന്ന് അടുത്ത 5 വർഷത്തേക്കും ഏറിൽ തന്നെ ഉണ്ടാകുമെന്ന് രാപ്രകൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർ ഓർത്താൽ നല്ലത്, ജാഗ്രതയായി എന്ന് പറയുകയാണ് ഷഫീർ. ഓക്കെ. വയനാട് മേപ്പാടി എരുമക്കൊല്ലി GUP സ്കൂൾ മുറ്റത്ത് കാട്ടുപോത്ത് 12 മണിയോടെയാണ് കാട്ടുപോത്ത് എത്തിയത്. ഏറെ നേരത്തിന് ശേഷം തോട്ടം ഭാഗത്തേക്ക് പോയി. സുർജിത്ത് അയ്യപ്പത്ത്, സുർജിത്ത് അക്രമാസക്തനാവാതെ ശാന്തനായ കാട്ടുപോത്തായിരുന്നു തോന്നുന്നു അല്ലേ? എന്നാലും ആദിയാണ്, പേടിയാണ്. അങ്ങനെ തന്നെയാണ്, ആദിയാണ്, പേടിയാണ്. പക്ഷേ ആ സ്ഥലത്തെ സംബന്ധിച്ച് അതിന്റെ ഒരു ഭൂമിശാസ്ത്രം ചെമ്പ്രമലയുടെ തൊട്ട് താഴെയുള്ള സ്കൂളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരം വന്യമൃഗങ്ങൾ നിരന്തരമായി വരാറുള്ള ഒരു പ്രദേശം കൂടിയാണ്. ആനയാണ് പ്രത്യേകിച്ചുള്ളത്. നേരത്തെ തന്നെ ആനയുടെ ശല്യം ഉള്ള ഒരു സ്കൂൾ കൂടിയാണ്. ആന ഇടയ്ക്കിടെ വരുന്ന ഒരു സ്കൂൾ കൂടിയാണ്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായി ഒരു സ്കൂൾ, അതാണ് ഈ എരുമക്കൊല്ലി സ്കൂൾ. ചെമ്പ്രമലയ്ക്ക് തൊട്ട് താഴെ, അതായത് ചെമ്പ്രമലയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്കൂൾ ഉള്ളത്. അവിടെയാണ് കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഇന്ന് ഒരു 12 മണിയോടുകൂടി ഉണ്ടായത്. 1 മണിക്കൂറോളം കാട്ടുപോത്ത് അവിടെ നിലയുറപ്പിച്ച് അവിടെ ചുറ്റി നടന്നു. അതിനുശേഷം അത് തിരിച്ച് സ്വാഭാവികമായും അത് അതിന്റെ വനാന്തർ ഭാഗത്തേക്ക്, തോട്ടം വഴി വനാന്തർ ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളൊക്കെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം അവർക്ക് ഇത് നിരന്തര ശീലമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് അവർക്കൊരു ഭയപ്പാട് ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഹാഷ്മി. സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ വലിയൊരു കാട്ടുപോത്താണ് സ്കൂൾ മുറ്റത്തേക്ക് എത്തിയത്. കാട്ടുപോത്തൊന്നും അവർക്ക് പുതുമയല്ല, പക്ഷേ ഇതേത് സമയത്താണ് അക്രമാസക്തമാവുക തുടങ്ങിയ പേടികൾ മലയോര മേഖലയിലെ ജനതയുടെ ഹൃദയത്തിൽ കയറിയിട്ട് വർഷം കുറേ ആയതാണ്, ഇപ്പോഴല്ല. BJPയുടെയും കോൺഗ്രസിൻ്റെയും 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്കയും മത്സരിക്കുന്നതിൽ തീരുമാനമുണ്ടാകും. നരേന്ദ്രമോദി 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിലും ഇന്ന് തീരുമാനമുണ്ടാകും. ജാർഖണ്ഡിൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കും. സംസ്ഥാനത്ത് എറണാകുളം, വയനാട്, ആലത്തൂർ, കൊല്ലം എന്നിവയാണ് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിയാകും 2ാം ഘട്ട പ്രഖ്യാപനം. പത്മജ വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലും സസ്പെൻസ്. 195 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഡൽഹി, ഹരിയാന ഉൾപ്പെടെ സ്ക്രീനിംഗ് കമ്മിറ്റി നടപടികൾ പൂർത്തിയാക്കിയ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്ന് ചർച്ച നടക്കും. മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ പ്രധാന നേതാക്കളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കും. രാഹുൽ ഗാന്ധിയെ വയനാട് കൂടാതെ അമേഠിയിലും പ്രിയങ്കയെ റായ്ബറേലിയിലും മത്സരിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ്, സച്ചിൻ പൈലറ്റ് എന്നിവർ മത്സരരംഗത്തിറങ്ങണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയായി ജാർഖണ്ഡിലെ 8 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് CPI പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥികളെ അടുത്തയാഴ്ച പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന ഘടകം വ്യക്തമാക്കി. സീറ്റ് വിഭജന ചർച്ചയിലെ മെല്ലപ്പോക്കാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ CPIയെ പ്രേരിപ്പിച്ചത്. CPIയുടെ നീക്കത്തിനെതിരെ ജാർഖണ്ഡ് മുക്തി മോർച്ച രംഗത്തെത്തി. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തമിഴ്നാട്ടിൽ വിവിധ പാർട്ടികളെ സഖ്യത്തിലെത്തിക്കാനാണ് BJPയുടെ ശ്രമം. വിജയകാന്തിന്റെ പാർട്ടിയായ DMDKയുമായും പട്ടാളി മക്കൾ കക്ഷിയുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. അണ്ണാ DMKയുമായുള്ള ചർച്ചകൾ അവസാനിപ്പിച്ചാണ് DMDK NDAയിലേക്ക് എത്തുന്നത്. മുൻ മുഖ്യമന്ത്രി O പനീർസെൽവവും BJPയുമായി ചില ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. അണ്ണാ DMKയുമായി സഖ്യം ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിരുന്നു DMDKയുടെ ആദ്യ തീരുമാനം. പാർട്ടി അധ്യക്ഷ പ്രേമലത വിജയകാന്തുമായി 2 തവണ ചർച്ചകളും നടത്തി. 7 ലോക്സഭാ സീറ്റുകളും 1 രാജ്യസഭാ സീറ്റുമാണ് DMDK ആവശ്യപ്പെട്ടത്. എന്നാൽ 2 ലോക്സഭാ സീറ്റുകൾ മാത്രമേ നൽകാൻ സാധിക്കൂവെന്ന് അണ്ണാ DMK നിലപാടെടുത്തു. ഇതോടെയാണ് NDA സഖ്യത്തിന്റെ ഭാഗമാകാനുള്ള ചർച്ചകൾ DMDK ആരംഭിച്ചത്. കേന്ദ്രമന്ത്രിമാരായ കിഷൻ റെഡ്ഡി, VK സിംഗ് എന്നിവർ ചെന്നൈയിലെത്തിയിട്ടുണ്ട്.
പ്രേമലത വിജയകാന്തുമായി അവർ ഇന്ന് ചർച്ച നടത്തും. പാട്ടാളി മക്കൾ കക്ഷിയെ സഖ്യത്തിലെത്തിക്കാനും BJP ശ്രമിക്കുന്നുണ്ട്. NDA സഖ്യത്തിൽ നിന്ന് അണ്ണാ DMK പിന്മാറിയതോടെയാണ് ചെറിയ പാർട്ടികളെ ഒപ്പം നിർത്തി തമിഴ്നാട്ടിൽ മത്സരിക്കാൻ BJP തീരുമാനിച്ചത്. അണ്ണാ DMKയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവവും BJPയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. 24 ചെന്നൈ. അനീഷ് തങ്കച്ചി ചോദിക്കുകയാണ്, ഹായ് ഹാഷ്മി, അവിടെ ചൂടെങ്ങനെ ഉണ്ട്? ഇവിടെ ഒരു രക്ഷയില്ലാതെ ഭയങ്കര ചൂടാണ്. ഏത് സ്ഥലത്താണ് അനീഷേ? എന്തായാലും ഏത് സ്ഥലം ചോദ്യത്തിൽ പ്രസക്തിയില്ല. എല്ലാ സ്ഥലങ്ങളും ഏതാണ്ട് ഒരുപോലൊക്കെ കൊടിയ ചൂടാണ്. ഈ സമയത്തൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന പോലെ വെയിലൊക്കെയാണ്. സൂക്ഷിക്കുക. പൂഞ്ഞാർ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ AP വിഭാഗം സമസ്ത മുഖപത്രം സിറാജ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. കുറ്റകൃത്യങ്ങളെ മതങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് നാടിനെ അരക്ഷിതമാക്കും. കാസ പോലുള്ള സംഘടനകൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്താൻ വഴിയൊരുക്കിയത് പോലീസിന്റെ പക്ഷപാതപരമായ നിലപാടാണ്. അത് ശരിവെക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നും വിമർശനമുണ്ട്. ആ പ്രസ്താവന മുഖ്യമന്ത്രി തിരുത്തണം എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചത്. UDF സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ കൂടിയെത്തിയതോടെ വടകരയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുന്നു. ഒഞ്ചിയത്തെ TP ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തിയാണ് ഷാഫി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. പ്രചാരണത്തിൽ KK ശൈലജയ്ക്ക് ഏറെ മുന്നിലെത്താൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതു ക്യാമ്പ്. ഒഞ്ചിയത്തെ TPയുടെ വീട്ടിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ച് ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. TP വധം വടകരയിൽ ഇത്തവണയും പ്രധാന ചർച്ചാ വിഷയമാക്കാനാണ് UDF നീക്കം. സ്കെച്ച് ചെയ്ത് സ്ഥലം തീരുമാനിച്ച് ഫോളോ ചെയ്ത് മാർക്ക് ചെയ്ത് കൊന്നതാണ്. ഓർഗനൈസേഷണൽ കില്ലിംഗ് ആണ്. ഒരു സംഘർഷവും സംഘടനവും ഉണ്ടാകുമ്പോൾ കൊല്ലപ്പെടുന്നതല്ല. അപ്പം അതിനെതിരെ എക്കാലത്തും നിലപാടുണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉണ്ടാവും, തെരഞ്ഞെടുപ്പിന്റെ മുമ്പും ഉണ്ടാവും, തെരഞ്ഞെടുപ്പിന്റെ ഇടയിലും ഉണ്ടാവും. മുരളീധരന്റെ മാറ്റത്തോടെ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം ഷാഫിയുടെ വരവോടെ പരിഹരിക്കപ്പെട്ടുവെന്നാണ് UDFന്റെ വിലയിരുത്തൽ. നേതൃത്വവുമായി ഇടഞ്ഞു നിന്നിരുന്ന മുല്ലപ്പള്ളിയെ നേരിൽ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാക്കാനും ഷാഫിക്കായി. വടകരയുടെ ചരിത്രത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത രൂപത്തിൽ അത്രയധികം ആവേശപൂർവമായ സ്വീകരണം അദ്ദേഹത്തിന് കിട്ടിയത് ഒരു കാലത്തുമില്ലാത്ത ഒരു സംഭവമാണ് ഇത്. അദ്ദേഹത്തിന്റെ വിജയം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രചാരണത്തിൽ ഒരുപടി മുന്നിലാണെങ്കിലും TP വധം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടതുമുന്നണി പ്രതിരോധം തീർക്കേണ്ടി വരും. ഇടതു വോട്ടുകൾക്കപ്പുറം KK ശൈലജയുടെ വ്യക്തിസ്വാധീനം ഗുണം ചെയ്യുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 വടകര. ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ വയനാട്ടിലെ മത്സരരംഗത്ത് നിന്നും CPI മാറി നിൽക്കട്ടെ എന്ന് KC വേണുഗോപാൽ. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ CPIM വാശിയോടെ പ്രവർത്തിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. BDJ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുമെന്ന് SNDP സംരക്ഷണ സമിതി വ്യക്തമാക്കി. വയനാടുമായി ഹൃദയബന്ധമുള്ളതുകൊണ്ട് കൂടിയാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വീണ്ടും എത്തുന്നതെന്നാണ് ഇന്ത്യ സഖ്യം മുൻനിർത്തിയുള്ള ഇടതു വിമർശനത്തിന് KC വേണുഗോപാലിന്റെ മറുപടി. ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ CPI മാറി നിൽക്കണമെന്ന് KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധി ഇവിടെ പുതുതായിട്ട് വന്ന് മത്സരിക്കുന്നതല്ലോ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇന്ത്യ മുന്നണി ശക്തമാകണമെങ്കിൽ ഞങ്ങൾ ഇപ്രാവശ്യം വയനാട് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾ മത്സരിക്കുന്നില്ല. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറപ്പിക്കാൻ കഴിഞ്ഞ തവണത്തെ പോലെ CPIM വാശിയോടെ പ്രവർത്തിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. BDJ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുമെന്ന് SNDP സംരക്ഷണ സമിതി നേതാക്കൾ അറിയിച്ചു. SNDPയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. വെള്ളാപ്പള്ളി നടേശന്റെ ആശീർവാദം സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കുമെന്ന് സംരക്ഷണ സമിതി. തുഷാർ വെള്ളാപ്പള്ളി കേരളത്തിൽ എവിടെ മത്സരിച്ചാലും അവിടെ NDAക്ക് ഒരു സ്ഥാനാർത്ഥി നഷ്ടപ്പെടും. NDA ബ്ലാങ്ക് ആയിരിക്കും. ഞങ്ങൾ ഇവിടെ വെല്ലുവിളിച്ചോട് പറയുന്നു, അയാൾക്ക് മത്സരിക്കാൻ സാധിക്കില്ല. മമ്പറം ദിവാകരനെ തിരിച്ചെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. മമ്പറം ദിവാകരനുമായി KPCC അധ്യക്ഷന്റെ ചുമതലയുള്ള MM ഹസൻ ഫോണിൽ ചർച്ച നടത്തി. കണ്ണൂരിൽ K സുധാകരനെതിരെ സ്വതന്ത്രനായി മത്സരിക്കില്ലെന്ന് മമ്പറം ദിവാകരൻ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. അരുൺഡിക്ക് ഇവിടെ കലിപ്പാവുന്നുണ്ട്. ഹാഷ്മിക്ക് എന്ത് ചൂട്? അതിൻ്റെ അകത്ത് ഫുൾ AC അല്ലേ? ഞങ്ങളിവിടെ പുഴുകി ചാവാനായെന്ന് പറയുകയാണ്. ഇവിടെ ഫുൾ ടൈം AC-ക്കകത്താണ്, പുറത്തൊക്കെ ഇറങ്ങണ്ടേ? അപ്പോൾ നല്ല ചൂടല്ലേ? തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെ ക്രെഡിറ്റ് എടുക്കാൻ പോര് സജീവം. പുതിയ പാതയിലൂടെ BJP നേതാക്കൾ റോഡ് ഷോ സംഘടിപ്പിച്ചു. വികസനത്തെ മത്സരമായി കാണുന്നില്ലെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ബൈപ്പാസ് അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. അരനൂറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷം തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു. മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെ 18.6 കിലോമീറ്റർ ദൂരത്തിലാണ് പാത. 1543 കോടി രൂപ ചിലവിലാണ് നിർമ്മാണം. രാവിലെ 8 മുതൽ ടോൾ പിരിവിനും തുടക്കമായി. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തലശ്ശേരി ചോനാടത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ്, നിയമസഭാ സ്പീക്കർ AN ഷംസീർ എന്നിവർ പങ്കെടുത്തു. വികസനത്തിനായുള്ള സംസ്ഥാന സർക്കാർ ഇടപെടൽ ആർക്കും മായ്ച്ചു കളയാനാകില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ബൈപ്പാസിന്റെ മുകളിൽ കുറെ ബോർഡ് കണ്ടു.
ബോർഡ് വെച്ചതിന് ചിലർക്ക് ചില ഉദ്ദേശം ഉണ്ടാവും. ബോർഡ് വെച്ചോട്ടെ, എന്തും വെച്ചോട്ടെ, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞൊരു ബോർഡും പോസ്റ്ററുമുണ്ട്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ എങ്ങനെയാണ് എന്ന് ആ മനസ്സിലെ പോസ്റ്ററിലുണ്ട്. ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ A.P. അബ്ദുള്ളക്കുട്ടിയും കണ്ണൂരിലെയും വടകരയിലെയും NDA സ്ഥാനാർത്ഥികളും പുതിയ ബൈപ്പാസിലൂടെ റോഡ് ഷോ സംഘടിപ്പിച്ചു. കണ്ണൂർ വടകര മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി കൂടി മാറുകയാണ് മാഹി ബൈപ്പാസ്. 24 കണ്ണൂർ. എന്തായാലും ആ ബൈപ്പാസ് നാടിന് സമർപ്പിച്ചു. അത് പ്രധാനമന്ത്രി അല്പസമയം മുൻപാണ് ഓൺലൈനിലൂടെ നിർവഹിച്ചത്. രാഷ്ട്രീയ പോര് തുടരട്ടെ. പക്ഷേ 10-12 കിലോമീറ്റർ തലശ്ശേരി മാഹി ബൈപ്പാസ് നാടിന് സമർപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. അത് ഓൺലൈനായിട്ടാണ് നിർവഹിച്ചത്. രാഷ്ട്രീയ പോര് ആരാണ് ക്രെഡിറ്റ് എന്നൊക്കെയുണ്ട്. രണ്ടുപേർക്ക് ക്രെഡിറ്റൊക്കെ ഉണ്ടെന്നേ, ഇല്ലെന്ന് ആരും പറയുന്നത്. അപ്പോൾ ഇനി ആ ക്രെഡിറ്റ് പോര് തുടരും. കാര്യം ഇലക്ഷൻ കാലമൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് എടുക്കാനുള്ള ചർച്ചകൾ സജീവമാകും. അത് നടക്കട്ടെ. പക്ഷേ അത് നടക്കുമ്പോൾ പോലും 10-12 കിലോമീറ്റർ ദീർഘനാളത്തെ ആവശ്യപ്രകാരം ജനങ്ങൾക്ക് തുറന്നു കിട്ടുന്നു, ഉപയോഗപ്രദമാകുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. विकसित भारत के संकल्प को सिद्ध करने की दिशा में आज का दिन देश के लिए ऐतिहासिक है, क्योंकि प्रधानमंत्री श्री नरेंद्र मोदी जी 1 लाख करोड़ रुपए से अधिक की लागत से द्वारका एक्सप्रेसवे सहित 114 सड़क परियोजनाओं का लोकार्पण और शिलान्यास कर रहे हैं। 29 किलोमीटर लंबा और 8 लेन वाला द्वारका एक्सप्रेसवे भारत का पहला एलिवेटेड अर्बन एक्सप्रेसवे होगा, जिसकी कुल लंबाई 563 लेन किलोमीटर होगी। इस पर 4 किलोमीटर लंबा 8 लेन टनल, सिंगल पिलर पे 8 लेन फ्लाईओवर, क्रॉस रोड अंडरपास, एडवांस ट्रैफिक मैनेजमेंट सिस्टम जैसे फीचर होंगे। द्वारका एक्सप्रेसवे से IGI एयरपोर्ट, जेवर इंटरनेशनल एयरपोर्ट और गुरुग्राम होते हुए दिल्ली मुंबई एक्सप्रेसवे, दिल्ली अमृतसर कटरा एक्सप्रेसवे से हाई स्पीड कनेक्टिविटी सुनिश्चित होगी। 112 परियोजनाओं में शामिल हैं नरेनपुर से पूर्णिया खंड, जिसके लोकार्पण से यहां आवागमन बेहतर होने के साथ ही यहां की उपज जैसे कि मखाना, जूट व मक्का की मंडियों तक बेहतर पहुंच मिलेगी। चंडीगढ़ रूपनगर मंडी मनाली कॉरिडोर के अंतर्गत कीरतपुर से नेर चौक खंड तक 4 लेन के लोकार्पण से हिमाचल के सेब को पूरे देश की मंडियों तक तेज ट्रांसपोर्टेशन मिलेगा। बेंगलुरु कडप्पा विजयवाड़ा एक्सप्रेसवे के 14 पैकेज का भी शिलान्यास आज हो रहा है। इसके पूर्ण होने से बेंगलुरु और विजयवाड़ा के बीच यात्रा की दूरी लगभग 75 किलोमीटर कम हो जाएगी। पूरे देश में विकसित होते इन सभी राष्ट्रीय राजमार्ग परियोजनाओं से 21वीं सदी के भारत के लिए തലശ്ശേരി ബൈപ്പാസിന്റെ നിർമ്മാണ ഘട്ടങ്ങളിലെ വിവിധ ഒരു ഡോക്യുമെന്റേഷൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ചിത്രീകരണമാണ്. സജോ ദേവസ് ചേരുന്നു. സജോ, ആരാണ് ഇതിന് കാരണക്കാരൻ എന്നുള്ള രാഷ്ട്രീയ പോര് തുടരട്ടെ, തുടരുക തന്നെയും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്. എന്തായാലും അത് നാടിന് വലിയ ആശ്വാസമായി ടോളിന്റെ നിരക്ക് ഒഴിച്ചു നിർത്തിയാൽ, അല്ലേ സജോ? ഹാഷ്മി, ടോളുണ്ട്, അത് മാറ്റി നിർത്തിയാൽ നാടിന്റെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. 2 ജില്ലകൾക്ക് ഗുണകരമാകുന്ന പദ്ധതി ഏതാണ്ട് അരനൂറ്റാണ്ടോളം, അതായത് സ്ഥലമേറ്റെടുപ്പിന്റെ ആദ്യഘട്ടം കൂടി പരിഗണിച്ചാൽ അരനൂറ്റാണ്ട് കാലം ഉള്ള കാത്തിരിപ്പ് ഈ പദ്ധതിക്കായി ഉണ്ട്. 77-ലാണ് പദ്ധതിയുടെ സ്ഥലമേറ്റെടുപ്പിലുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അതിന് 3 വർഷം മുൻപാണ് പദ്ധതിയുടെ ആദ്യ ആലോചനകൾ നടക്കുന്നത്. പിന്നീട് 2018 മാത്രമാണ് ഭൂമിയേറ്റെടുക്കൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എന്താണ്, അതായത് അത്രയും നീണ്ട ഒരു കാത്തിരിപ്പാണ്. 18.6 കിലോമീറ്റർ ദൂരത്തിൽ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ, അതായത് തലശ്ശേരിയുടെയും മാഹിയുടെയും ഈ 2 നഗരങ്ങളിലെ കുരുക്കിനെ തൊടാതെ സഞ്ചരിക്കാൻ കഴിയും. ദേശീയപാതയുടെ ഭാഗമാണ്. ഇനി ദേശീയപാത കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതിയുടെ കൂടുതൽ നേട്ടം ഉണ്ടാവുക എന്നതാണ്. അതായത് നിലവിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ 1/3 താഴെ സമയം കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയും എന്നതാണ് 2 നഗരങ്ങളെ ബൈപ്പാസ് ചെയ്യുന്നു എന്ന പ്രത്യേകത. 1543 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇതിൽ നിലവിൽ, അതായത് സാധാരണ ദേശീയപാതകളിൽ 60 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ടോളുകൾ സ്ഥാപിക്കാൻ കഴിയുക. പക്ഷെ നിലവിൽ ഇന്ന് ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ ടോൾ പിരിവ് ആരംഭിച്ചിട്ടുണ്ട്. ചെറിയ വാഹനങ്ങൾക്ക് 65 രൂപ വൺ സൈഡ്, 2 ഭാഗത്തേക്കും. അത് ഫാസ്ടാഗ് ഇല്ലെങ്കിൽ ഇരട്ടിയാകും. അങ്ങനെയാണ് 225, 450 അങ്ങനെ ഓരോ ബസ്സുകളുടെയും ട്രക്കുകളുടെയും ഒക്കെ സ്വഭാവത്തിനനുസരിച്ച്, അതായത് വലിപ്പം അനുസരിച്ച് മാറുകയും ചെയ്യും. അങ്ങനെ ടോൾ പിടിക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ ദേശീയപാത പൂർണ്ണതോതിൽ സജ്ജമാകുമ്പോൾ അതിനനുസരിച്ച് ഈ ടോൾ പ്ലാസകൾ പുനഃക്രമീകരിക്കും എന്നാണ് അവകാശപ്പെടുന്നത് ദേശീയപാത അതോറിറ്റി എന്നൊരു കാര്യമുണ്ട്. ഏതായാലും പദ്ധതിയുടെ ക്രെഡിറ്റ് സംബന്ധിച്ചും
അതായത് തിരഞ്ഞെടുപ്പ് കാലത്താണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. 2 ലോക്സഭാ മണ്ഡലങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഒരു അഴിയൂർ ഭാഗത്ത് വടകര മണ്ഡലവും മുഴപ്പിലങ്ങാട് ഭാഗത്ത് കണ്ണൂർ നിയമസഭാ മണ്ഡലവും ഉണ്ട്. ഇതിനിടെ BJP ഇത് കേന്ദ്രത്തിന് മാത്രം അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് നാടിനെ സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. राव इंद्रजीत सिंह, किशनपाल गुर्जर जी, हरियाणा के उप मुख्यमंत्री दुष्यंत जी, बीजेपी के प्रदेश के अध्यक्ष और पार्लियामेंट में मेरे साथी नायब श्री सैनी जी, अन्य सभी महानुभाव और विशाल संख्या में पधारे हुए मेरे प्यारे भाइयों और बहनों, मैं अभी मेरे सामने स्क्रीन पे देख रहा था, आधुनिक टेक्नोलॉजी कनेक्टिविटी के द्वारा देश के कोने कोने में लाखों लोग हमारे इस कार्यक्रम से जुड़े हैं। एक जमाना था दिल्ली से विज्ञान भवन से कार्यक्रम होता था, देश जुड़ता था। वक्त बदल चुका है, गुरुग्राम में कार्यक्रम होता है, देश जुड़ जाता है। ये सामर्थ्य हरियाणा दिखा रहा है। देश ने आज आधुनिक कनेक्टिविटी की तरफ एक और बड़ा अहम कदम उठाया है। मुझे खुशी है कि आज मुझे द्वारका एक्सप्रेसवे को देश को समर्पित करने का अवसर मिला है। इस एक्सप्रेसवे पर 9,000 അപ്പോൾ തലശ്ശേരി മാഹി ബൈപ്പാസ് നാടിനെ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി അതിലൂടെ വണ്ടികൾ ഓടി തുടങ്ങി. വലിയ ടോളൊക്കെ ഉണ്ട്. ടോളൊക്കെ റേറ്റ് കൊടുത്തു എങ്കിൽ കൂടിയും അത് അവിടുത്തെ യാത്രാ ദുരിതത്തിന് ആശ്വാസമാകുമെന്ന് അവിടുത്തുകാർ പറയുന്നുണ്ട്. സന്തോഷം. ഇനി മാർക്കറ്റ് വ്യൂ ആണ്. കൃഷ്ണ ചെറിയാഞ്ചേരും. അതിനുശേഷം തിരികെ എത്താം കൂടുതൽ വാർത്തകളിലേക്ക്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. വിൽപ്പന സമ്മർദ്ദം സൂചികകളെ പിന്നോട്ട് വലിക്കുന്നു. സെൻസെക്സ് 400 പോയിന്റ് താഴ്ന്നു. ബാങ്ക് ധനകാര്യ ഓഹരികൾ ദുർബലമായതും ടാറ്റ ഗ്രൂപ്പ് ഓഹരി വില കുറഞ്ഞതും തിരിച്ചടിയായി. സെബിയുടെ വിലക്കിൽ ഇടിഞ്ഞ RVNL. ഡോളറിനെതിരെ രൂപയ്ക്ക് നേട്ടം. സ്വർണ്ണവിലയിലെ റെക്കോർഡ് കുതിപ്പിന് സഡൻ ബ്രേക്ക്. തുടർച്ചയായ 3-ാം ദിവസവും വിലയിൽ മാറ്റമില്ല. പവൻ വില 48,600 രൂപയിലും ഗ്രാമിന് 6,075 രൂപയിലും തുടരുന്നു. 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യ സെമി കണ്ടക്ടർ ക്ലബിലേക്ക്. ചിപ്പ് നിർമ്മാണത്തിൽ 3 ക്രിയാത്മക പദ്ധതികൾ പൂർത്തിയാക്കി കേന്ദ്രമന്ത്രിസഭ. ആഗോള ശേഷിയുടെ 70% നിയന്ത്രിക്കുന്ന തൈവാൻ, ദക്ഷിണ കൊറിയ, ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇനി ഇന്ത്യയും. വാഹന ബിസിനസ് വിഭജിക്കാനില്ലെന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മേധാവി അനീഷ് ഷാ. വിശദീകരണം: ടാറ്റ മോട്ടോഴ്സ് വാണിജ്യ യാത്രാ വാഹന ബിസിനസ്സുകൾ വേർപെടുത്താൻ പദ്ധതിയിടുന്ന സാഹചര്യത്തിൽ ഓഹരി ഉടമകൾക്ക് മികച്ച മൂല്യം നൽകാനാകുമോ എന്ന് പരിശോധിക്കുന്നുവെന്നും ഷാ. അടുത്ത 10 വർഷത്തിൽ 7 വിമാനത്താവളങ്ങൾ വികസിപ്പിക്കാൻ 60,000 കോടിയുടെ നിക്ഷേപവുമായി അദാനി ഗ്രൂപ്പ്. മുംബൈ, അഹമ്മദാബാദ്, ലക്നൌ, മംഗലാപുരം, ഗുവാഹത്തി, ജയ്പൂർ, തിരുവനന്തപുരം വിമാനത്താവളങ്ങളുടെ വികസനത്തിന് നിക്ഷേപം സഹായിക്കും. അടുത്ത 5 വർഷത്തിൽ എയർ സൈഡിന് 30,000 കോടി ചെലവഴിക്കും. സശക്ത നാരി വിക്ഷിത് ഭാരത് പരിപാടികളിലൂടെ 8,000 കോടി രൂപയുടെ വായ്പാ വിതരണം ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി. ഓരോ ജില്ലയിലും ബാങ്കുകൾ സ്ഥാപിക്കുന്ന ബാങ്ക് ലിങ്കേജ് ക്യാമ്പുകൾ വഴി 8,000 കോടി രൂപയും സ്വാശ്രയ സംഘങ്ങൾക്ക് 2,000 കോടിയുടെ മൂലധന സഹായ ഫണ്ടും. നമോ ഡ്രോൺ ദീദി പരിപാടിയുടെ ഭാഗമായി 1000 നമോ ഡ്രോണുകൾ കൈമാറും. രാജ്യത്തെ വിദ്യാഭ്യാസ വായ്പകളിൽ വൻ വർധന. 2024 ജനുവരിയിൽ അവസാനിച്ച 12 മാസങ്ങളിൽ വിദ്യാഭ്യാസ വായ്പകളിൽ 23% വളർച്ചയെന്ന RBI റിപ്പോർട്ട്. മാന്ദ്യ പശ്ചാത്തലത്തിൽ തൊഴിൽ നഷ്ടവും പിരിച്ചുവിടലും കൂടുന്നത് ബാങ്കുകൾക്ക് ആശങ്കയുണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ.
4 രാജ്യങ്ങൾ ഉൾപ്പെട്ട യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടതായി കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നീ 4 രാജ്യങ്ങളുടെ സംഘടനയാണിത്. അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ $100 ബില്യൺ നിക്ഷേപം സ്വകാര്യ കമ്പനികൾ വഴി നടത്തും. ഇതിലുണ്ടാകുന്ന ഒരു ഉപകാരം, ഇത് ഡിജിറ്റൽ വ്യാപാരം, ബാങ്കിംഗ്, ധനകാര്യ സേവനങ്ങൾ, ഭക്ഷ്യമേഖല, ലോജിസ്റ്റിക്സ്, ഫാർമ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നീ മേഖലകളിലൊക്കെ നിക്ഷേപം വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഈ സ്വിസ് ചോക്ലേറ്റുകളും സ്വിസ് വാച്ചുകളുടെയും ഒക്കെ ആരാധകരുണ്ട്. അപ്പോൾ ഇവർക്ക് ആകർഷകമായ ഒരു കാര്യമാണ് ഇവയുടെ തീരുവ ഇന്ത്യ കുറയ്ക്കും, അതിൻ്റെ ഭാഗമായി അവയുടെ വില കുറയും എന്ന വാർത്ത ഇന്ന് വരുന്നുണ്ട്. എന്തായാലും ഇന്ന് വിപണി നോക്കിക്കഴിഞ്ഞാൽ വിപണി ഒരു ഇടിവിൻ്റെ ട്രെൻഡാണ് കാണിക്കുന്നത്. ദേശീയ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 92 പോയിന്റ് കുറഞ്ഞ് 22,401 എന്ന പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഓഹരികളും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ഓഹരികളും നഷ്ടത്തിലാണ്. അതേസമയം BSE സെൻസെക്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 349 പോയിന്റ് ഇടിഞ്ഞ് 73,770 ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇനി ഡോളർ സൂചികയിൽ രൂപയ്ക്ക് നേട്ടമുണ്ട്. 12 പൈസ നേട്ടത്തിൽ 82 രൂപ 74 പൈസ എന്ന നിലയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റ് വിശകലനം ചെയ്യാനായി നമ്മോടൊപ്പം ശ്രീ പ്രിൻസ് ജോർജ് ഉണ്ട്, MD DBFS. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു കുതിപ്പിനൊക്കെ ഒടുവിൽ ഒരു വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് വിപണി പോകുന്ന ഒരു കാഴ്ചയാണല്ലോ കാണുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ സ്ലൈറ്റായിട്ട് നെഗറ്റീവായിട്ടായിരുന്നു. പൊതുവെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് വെള്ളിയാഴ്ചത്തെ അവധിക്ക് ശേഷം ഇന്ന് മാർക്കറ്റ് പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്യും, ഒരു ഹൈയോടെ നിഫ്റ്റിയിൽ വരും എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഹൈ വന്നില്ല. അതിനുശേഷം മാർക്കറ്റ് ഒരിക്കൽ പോലും പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് ട്രേഡ് ചെയ്ത് വന്നില്ല. ഇപ്പോൾ ഒരു 100 പോയിന്റോളം താഴെയാണ് നിൽക്കുന്നത്. വലിയ തോതിലുള്ള ഒരു സെൽ ഓഫ് മാർക്കറ്റിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. എങ്കിലും മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ തീർച്ചയായിട്ടും ഒരു സെൽ ഓഫ് ഉണ്ട്. സെബി ചെയർപേഴ്സൺ തന്നെ അതിൽ ചില കൺസേൺസ് ഒക്കെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതായത് SME മാർക്കറ്റുകളൊക്കെ ചെറുതായിട്ട് ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ള സൂചനകളൊക്കെ വന്നു. അതോടൊപ്പം ഇപ്പോൾ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ഷെയറുകൾ താഴേക്കാണ് പോയേക്കുന്നത്. 1800 ഷെയറുകൾ താഴേക്ക് പോയപ്പോൾ ഒരു 900 ഷെയർസ് മാത്രമേ പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് വന്നിട്ടുള്ളൂ. ഇപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് സ്ലൈറ്റ്ലി ഡൗൺവേർഡായിട്ട് നിൽക്കുന്നു. ടാറ്റ ഓഹരികളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വലിയ തോതിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടായി. ടാറ്റ സെൻസിൻ്റെ ലിസ്റ്റിങ്ങിനെ സംബന്ധിച്ചുള്ള റൂമറൊക്കെ വന്നപ്പോൾ സാധാരണ ഇത്തരത്തിലുള്ള റൂമറുകളൊക്കെ ഒരു മാർക്കറ്റ് ഇൻ്റർമീഡിയറ്റ് പീക്കിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ടാറ്റ ഓഹരികളിലൊക്കെ ഇന്ന് ഒരു സെൽ ഓഫ് ഉണ്ടായി, അത് താഴേക്ക് വന്നിട്ടുണ്ട്. ഫാർമ അതുപോലെ തന്നെ IT മേഖലകളിലാണ് ചെറിയ തോതിലെങ്കിലും ഒരു റിക്കവറി ഉള്ളത്. ശരി, താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കറ്റ് വ്യൂ കണ്ടതിനു ശേഷം ഏറ്റവും നല്ല ചോദ്യം ചോദിച്ച ഒരു വ്യക്തിക്ക് സമ്മാനമുണ്ട്. ആ സമ്മാനം വൈകുന്നേരം 4:45 മാർക്കറ്റ് വ്യൂവിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാകുന്ന ഇനി ഒരു ഇടവേളയാണ്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS. യെസ്, വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1:55. അപ്പോൾ സീതാറാം യെച്ചൂരി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി വിധിയുടെ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. Well, this Supreme Court judgment is a big step forward in ensuring transparency of political funding and particularly electoral funding. And that transparency should have been never violated in the first place. The SBI having restored to make all this information public, they have asked or directed the State Bank of India, rejecting the State Bank of India's plea to extend the date till the 30th of June, and that is after the elections are over, so that this exposure will not be made public. അപ്പോൾ CPM ആ പോരാട്ടത്തിൽ മുൻനിരയിൽ നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയ കച്ചവടത്തിന് വേണ്ടിയുള്ളതാണ്, അത് വേണ്ട എന്ന് ആദ്യം തന്നെ നിലപാട് പ്രഖ്യാപിച്ച ഒരേ ഒരു പാർട്ടി ഒരു പക്ഷേ CPM ആവണം. അതിനുള്ള പ്രതികരണം സീതാറാം യെച്ചൂരി പറയുകയായിരുന്നു. പോലീസിനെ വട്ടം കറക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സ്ഥലം സംബന്ധിച്ച മൊഴി മാറ്റി. കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള തൊഴുത്ത് കുഴിച്ച് ഇന്നും പരിശോധന തുടരുകയാണ്. ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി നിതീഷ് കുറ്റസമ്മതം നടത്തിയെങ്കിലും നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്തേണ്ടത് അന്വേഷണത്തിൽ നിർണായകമാണ്. കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടെന്ന് നേരത്തെ മൊഴി നൽകിയ സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ ഇന്നലെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. നിതീഷിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ലാത്തതിനാൽ കൂട്ടുപ്രതിയായ വിഷ്ണുവിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ദുർമന്ത്രവാദവും അന്ധവിശ്വാസവുമാണ് വിജയനെയും കുടുംബത്തെയും ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവർ ഈ അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുന്നത്, ഈ കൂടോത്രം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്.
പക്ഷേ ഇവരുടെ വീട്ടിൽ ഭയങ്കര ദോഷമാണ്, ശാവുക എന്നൊക്കെ പറയുന്ന വിജയൻ ഇങ്ങനെ പറയുമായിരുന്നു. അവിടെ താമസിക്കാൻ പറ്റുവാനൊക്കെ പറയുമായിരുന്നു. നിതീഷ് അങ്ങനെ മുതലെടുത്തിട്ട് തന്നെ ആയിരിക്കും ഈ പെണ്ണുമായിട്ടും ഇവിടുന്ന് എന്തോ അവരെ അബദ്ധത്തിൽ ചാടിച്ച് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പ്രസവം. ഏറെക്കുറെ നാട്ടുകാർക്കൊക്കെ അറിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ആൾക്കാർ ആരോടും പറഞ്ഞുകൊണ്ടിരുന്നില്ല. കേസിൽ പ്രതി ചേർത്ത വിജയന്റെ ഭാര്യ സുമയെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തേക്കും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വിഷ്ണുവിനെ ആശുപത്രി വിടുന്നതോടെ പോലീസ് അറസ്റ്റ് ചെയ്യും. 24 ഇടുക്കി. കെ മുരളീധരനേക്കാൾ വലിയ പോരാളിയല്ല ഷാഫി പറമ്പിലെന്ന് വടകരയിലെ CPM സ്ഥാനാർത്ഥി KK ശൈലജ. TP വധം മാത്രമാണ് UDFന്റെ പ്രചരണായുധം. നാടിനെ ബാധിക്കുന്ന മറ്റ് വിഷയങ്ങളൊന്നും UDF ചർച്ചയാക്കില്ല. വടകരയിലേക്ക് വിസിറ്റിംഗ് വിസയിൽ വന്നത് താനല്ലെന്നും KK ശൈലജ 24നോട് പറഞ്ഞു. ഇവിടെ വന്നത് എന്തോ മുരളിയേക്കാൾ വലിയ ഒരാൾ ഇവിടെ വന്നു എന്നുള്ള പ്രതീതിയൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ അത് അവരുടെ കാര്യമാണ്, അവരാരാ സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്നുള്ളത്. നാട്ടിലെ ജനങ്ങൾ വളരെ അസ്വസ്ഥരാണ്. എന്താകും രാജ്യത്തിൻ്റെ ഭാവി? എങ്ങനെയാണ് ജനാധിപത്യ ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നത്, മതേതരത്വം അട്ടിമറിക്കപ്പെടുന്നത്? ഒന്നും ഈ UDF നേതാക്കന്മാർക്കൊരു വിഷയമേ അല്ല. ചന്ദ്രശേഖരൻ വധം അത് എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, അതൊരു സങ്കടമുള്ളൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഈ വടകര നിയോജക മണ്ഡലത്തിലെ ഒരു മണ്ഡലം ഒഴികെ ബാക്കി എല്ലാ അസംബ്ലി മണ്ഡലവും ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ഇടതുപക്ഷമല്ലേ ജയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ജയിക്കുമോ? ഈ ഒരു വിഷയം മാത്രം ചർച്ച ചെയ്യുന്നു. കോഴിക്കോട് അരുൺ പൂപ്പറമ്പ് വരുന്നു. അരുൺ, ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് തോന്നുന്നു ആ യോഗത്തിൽ പറഞ്ഞത് എന്താണ്? ഷാഫി പോകുന്നത് പെർമനന്റ് വിസയിലാണ്, KK ശൈലജ വിസിറ്റിംഗ് വിസ ആയതുകൊണ്ടാണ് മട്ടന്നൂർ ആരും കരയാതിരുന്നതെന്നൊക്കെ പറഞ്ഞു. അതിനുള്ള മറുപടിയാണോ പറയുന്നത്? ഇപ്പോൾ ഷാഫി പറമ്പിൽ വരുന്നതോടെ വടകരയിലെ സിനേറിയോ മൊത്തത്തിലൊന്ന് മാറുന്നുണ്ട്. വലിയ പ്രചരണ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് പോകുന്നു. എങ്ങനെയാണ് CPM ഷാഫിയുടെ വരവിനെ കാണുന്നത് അരുൺ? തീർച്ചയായും ഹാഷ്മി, അതായത് ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ഏറ്റവും അതിശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം വടകരയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. അതിനെല്ലാ കളവും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുരളീധരൻ മാറി ഷാഫി പറമ്പിലെത്തുമ്പോൾ UDFൽ ആദ്യഘട്ടത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നെങ്കിലും ഷാഫി പറമ്പിലിൻ്റെ വരവോടെ അതാകെ മാറി. അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളെല്ലാം പരിഹരിച്ചു എന്നതാണ് UDFന്റെ വിലയിരുത്തൽ. അത് മുസ്ലിം ലീഗ് ശക്തമായി രംഗത്തുണ്ട്. യുവജന രംഗം, അതായത് യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ വലിയ തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചാരണം അവർ വടകരയിൽ സംസ്ഥാന തലത്തിലെ നേതാക്കൾ പോലും വടകരയിൽ എത്തി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി വരുന്നു. സോഷ്യൽ മീഡിയയിലാകെ ഷാഫി പറമ്പിലിന്റെ വരവോടെ ഒരു ഇമ്പാക്റ്റ് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന വിലയിരുത്തൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് തെരഞ്ഞെടുപ്പിലാകെ മുന്നേറ്റം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ UDF ക്യാമ്പുകൾ പങ്കുവെക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ TP വധം ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ സൂചനകൾ ഇതിനകം നൽകിക്കഴിഞ്ഞു. ഇന്നലെ ഷാഫി പറമ്പിൽ നൽകിയ വരവേൽപ്പിൽ അതുമായി ബന്ധപ്പെട്ട പൊതുയോഗത്തിൽ നേതാക്കളെല്ലാം പ്രതികരിച്ചത് TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രചാരണം ആരംഭിച്ചതും TPയുടെ വീട്ടിൽ നിന്നാണ്. എന്തായാലും LDFനെ സംബന്ധിച്ച് ഷാഫി പറമ്പിൽ ഒരു വിഷയമല്ല എന്നതാണ് KK ശൈലജ പറയുന്നത്. മുരളിയേക്കാൾ വലിയ പോരാളിയല്ല ഷാഫി പറമ്പിൽ എന്ന് KK ശൈലജ പറയുമ്പോഴും ഇത്തരത്തിൽ ഷാഫി പറമ്പിലിന്റെ വരവ് LDF ക്യാമ്പിൽ ആ രീതിയിൽ ഇതിന്റെ മറുപ്രചാരണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കണമെന്ന ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ TP വധം പോലുള്ള കാര്യങ്ങൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന കാര്യം LDFും ആലോചിക്കുന്നുണ്ട്. അത്തരത്തിൽ ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തിയാണ്, അല്ലെങ്കിൽ KK രമയുടെ വീട്ടിലെത്തിയാണ്, സ്മൃതി ഒക്കെ അവിടെ പോയിട്ടാണ് ഷാഫി ഇലക്ഷൻ പ്രചരണം തുടങ്ങിയത്. അതടക്കം വിഷയമാക്കിയാണ് UDF. എന്തായാലും ഷാഫിയുടെ വടകരയിലേക്കുള്ള വരവ് അത്രത്തോളം അപ്രതീക്ഷിതമായിരുന്നു. അപ്പം അവിടെ കൊണ്ടും കൊടുത്തും ഒക്കെയുള്ള ചൂടുപിടിച്ച പ്രചരണം പുരോഗമിക്കുകയാണ്. ഇവിടെ ജെയിംസ് ജോസഫ് ചോദിക്കുന്നു, കേരളത്തിൽ എവിടെ പോകാനും വിസയുടെ ആവശ്യമില്ലെന്ന് ടീച്ചർക്ക് അറിയില്ലേ? ജെയിംസ് ഏട്ടാ, അതന്നെ വർത്താനം എന്ന് പറഞ്ഞാൽ ഇലക്ഷനൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെയുള്ള പരിഹാസങ്ങൾ, കൊടുക്കലുകൾ, വാങ്ങലുകൾ, കൊണ്ടും കൊടുത്തും ഒക്കെയുള്ള ഇനി എത്ര ഡയലോഗ് കേൾക്കാതിരിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് താപനില ഉയരാൻ സാധ്യത. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, നേരിയ ഒരു ചാറ്റൽ മഴയ്ക്കുള്ള സാധ്യതയെങ്കിലും പറയുന്നുണ്ടോ? അത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട ചാറ്റൽ മഴയ്ക്ക്, വേനൽ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കൊല്ലത്തും ഇല്ല. അതല്ലാതെയുള്ള ജില്ലകൾ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ അത്തരത്തിൽ വേനൽ മഴയ്ക്ക് നേരിയ സാധ്യത പ്രവചിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും താപനില സംസ്ഥാനത്ത് 10 ജില്ലകളിൽ അത് ഉയർന്നു നിൽക്കും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ചുട്ടുപൊള്ളും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
പാലക്കാട്, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലത്ത് ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഇന്നും നാളെയും ഇത്തരത്തിൽ താപനില ഉയരാൻ ഈ ജില്ലകളിൽ സാധ്യതയുണ്ട്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നേക്കും ഈ ജില്ലകളിൽ എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതിനാൽ കർശനമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനാൽ ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നുള്ളതാണ് ഈ എന്ന് പറഞ്ഞാൽ ചൂട് കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. പിന്നെയും സാധാരണ ഉള്ളത് 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ന് പറഞ്ഞാൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. അപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകാമെന്ന് പറയുന്നതല്ലാതെ ഇവിടെ എറണാകുളത്ത് മഴയൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ മഴ പെട്ടെന്ന് പെയ്യട്ടെ എന്ന് ആഗ്രഹിക്കാനല്ലേ പറ്റും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ സൂക്ഷിക്കുക. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് UAPA ചുമത്തിയ കേസിൽ ഡൽഹി സർവകലാശാല പ്രൊഫസർ GN സായിബാബയ്ക്ക് ആശ്വാസം. കുറ്റമുക്തനാക്കിയ ബോംബെ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഹൈക്കോടതി ഉത്തരവിനെതിരെ മഹാരാഷ്ട്ര സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. 10 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സായിബാബ ജയിൽ മോചിതനായത്. അച്യുതൻ വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, ഒരു തവണ കുറ്റമുക്തനാക്കി അപ്പീൽ പോയി, പിന്നെയും ജയിലിലാക്കി, അടുത്ത തവണ കുറ്റമുക്തനാക്കി അപ്പീൽ പോയി, വീണ്ടും ജയിൽ മോചിതനാക്കി. അപ്പോൾ സായിബാബ പുറത്തിറങ്ങി നടക്കുന്നത് ആർക്കൊക്കെയോ വലിയ പ്രശ്നമാണ്. അദ്ദേഹം വീൽ ചെയറിലാണെങ്കിലും. അച്യുതൻ, തീർച്ചയായിട്ടും ഹാഷ്മി, ഈ മാവോയിസ്റ്റ് ബന്ധവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് വീണ്ടും GN സായിബാബയെ കുറ്റവിമുക്തനാക്കിയത്. ഇതിന് പിന്നാലെ തന്നെ മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയുണ്ടായി. ആ അപ്പീൽ ഇന്ന് പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഈ ഒരു കാര്യം, അതായത് മഹാരാഷ്ട്ര സർക്കാരിന്റെ ആവശ്യത്തിൽ ഒരു വിസമ്മതം അറിയിച്ചത്. അതായത് ഹൈക്കോടതിയുടെ ഉത്തരവ് അത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിലാണ് വിസമ്മതം സുപ്രീം കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രഥമ ദൃഷ്ട്യാ ന്യായമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ട്. എന്തായാലും ഒരു അടിയന്തരമായിട്ട് ഇത് പരിഗണിക്കേണ്ട എന്നൊരു നിലപാടിലാണ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ ഈ ഹൈക്കോടതി, അതായത് വിചാരണ കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കി ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും അന്ന് മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതി സമീപിക്കുകയും ഒടുവിൽ ആ ഹൈക്കോടതിയുടെ ഉത്തരവ് വിശദമായി പരിശോധിക്കാൻ ഉള്ള നിർദ്ദേശവും അദ്ദേഹത്തെ വീണ്ടും ജയിലിൽ അടയ്ക്കുന്ന രീതിയിലൊരു ഉത്തരവായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. അതിലാണ് ഈ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് വിശദമായി പരിശോധന നടത്തിക്കൊണ്ട് വീണ്ടും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്. എന്നാൽ അതിലാണ് ഈ സർക്കാർ, മഹാരാഷ്ട്ര സർക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയും ഇതിലൊരു അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം അത് സുപ്രീം കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. അത്രത്തോളം ആരോഗ്യ പ്രശ്നമുള്ള ആളാണ്, വീൽ ചെയറിലാണ്. അപ്പോൾ ഒരു തവണ കുറ്റമുക്തനാക്കിയതാണ്, അന്ന് അപ്പീൽ പോയി പിന്നെയും ജയിലിലാക്കിയതാണ്. അപ്പോൾ സൈബ പറയുന്നത് എനിക്ക് ജയിലിന് പുറത്തിറങ്ങുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചുറ്റും നോക്കുമ്പോൾ കാണുമ്പോൾ ജയിലിലെ മതിലുകൾ കാണുന്നൊക്കെ ഇന്നലെ സൈബയുടെ പ്രതികരണം ഇവിടെ വായിച്ചിരുന്നു. അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയി തൽക്കാലം അത് പരിഗണിക്കുന്നില്ല കോടതി. ഇവിടെ ഇന്ദുലേഖ സുജേഷ് പറയുകയാണ്, ചൂട് സഹിക്കാൻ വയ്യാതെ ഫാനൊക്കെ നെട്ടോട്ടം ഓടുകയാണ്. ഇനിയിപ്പോൾ കറണ്ട് ബില്ല് വരുമ്പോഴാണ് നമ്മുടെ നെട്ടോട്ടം എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഫാനിൽ നിന്ന് വരുന്നതും ചൂട് കാറ്റാണ്. എന്തായാലും ഓസ്കർ തൂത്തുവാരി ഓപ്പൺഹൈമർ. ഓസ്കർ പുരസ്കാരവേദിയിൽ തിളങ്ങി ക്രിസ്റ്റഫർ നോളൻ ചിത്രം ഓപ്പൺഹൈമർ. മികച്ച സംവിധായകൻ, മികച്ച ചിത്രം ഉൾപ്പെടെ 7 പുരസ്കാരങ്ങളാണ്. കിലിയൻ മർഫി മികച്ച നടനാണ്. മികച്ച നടി എമ്മ സ്റ്റോൺ. പുവർ തിങ്സിന് 4 പുരസ്കാരങ്ങൾ കിട്ടി. And the Oscar goes to Christopher Nolan Oppenheimer. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ തുടങ്ങി 7 പുരസ്കാരങ്ങൾ. ആറ്റം ബോംബിന്റെ പിതാവ് ഓപ്പൺഹൈമറുടെ കഥ പറയുന്ന ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള ഓസ്കർ ആദ്യമായി ക്രിസ്റ്റഫർ നോളനിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. We made a film about the man who created the atomic bomb, and for better or for worse, we're all living in Oppenheimer's world, so I would really like to dedicate this to the peacemakers everywhere. And the Oscar goes to Emma Stone. എമ്മ സ്റ്റോണിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ 4 പുരസ്കാരങ്ങൾ നേടി പുവർ തിങ്സ് മികവ് കാട്ടി. മികച്ച വസ്ത്രാലങ്കാരം, മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ, മികച്ച മേക്കപ്പ് എന്നീ വിഭാഗത്തിലാണ് മറ്റു പുരസ്കാരങ്ങൾ. ഓപ്പൺഹൈമറിൽ വേഷമിട്ട റോബർട്ട് ഡൗണി ജൂനിയറാണ് മികച്ച സഹനടൻ.
ദ ഹോൾഡോവേഴ്സിലെ അഭിനയത്തിന് ഡെവൈൻ ജോയ് റാൻഡോൾഫ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടി. ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ് മികച്ച വിദേശ ചിത്രം. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം അനാറ്റമി ഓഫ് എ ഫാളനും അവലംബിത തിരക്കഥാ വിഭാഗത്തിൽ അമേരിക്കൻ ഫിക്ഷനുമാണ് അംഗീകാരം. മികച്ച ആനിമേഷൻ ചിത്രമായി ദ ബോയ് ആൻഡ് ദ ഹെറോൺ തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച വിഷ്വൽ എഫക്ട്സ് ഗോഡ്സില്ല -1 കരസ്ഥമാക്കി. ജിമ്മി കിമ്മലായിരുന്നു ഡോൾബി തിയേറ്ററിൽ നടന്ന ചടങ്ങിന്റെ അവതാരകൻ. ഇസ്രയേൽ പലസ്തീൻ സംഘർഷം നടക്കുന്ന ഗസയിൽ സമാധാനത്തിനു വേണ്ടി ഒരു വിഭാഗം താരങ്ങൾ ചുവന്ന ബാഡ്ജ് ധരിച്ചാണ് ചടങ്ങിനെത്തിയത്. മികച്ച വസ്ത്രാലങ്കാരത്തിന് അവാർഡ് പ്രഖ്യാപിക്കാൻ ഹോളിവുഡ് നടനും റെസ്ലിംഗ് താരവുമായ ജോൺ സീന എത്തിയത് പൂർണ്ണ നഗ്നനായിട്ടാണ്. നോമിനേഷനുകളിൽ ഇന്ത്യയുടെ ഏക പ്രതീക്ഷയായിരുന്ന നിഷ പഹൂജയുടെ ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ടു കിൽ എ ടൈഗറിന് പുരസ്കാരം നേടാനായില്ല. ഗോൾഡൻ ഗ്ലോബ്, ഗ്രാമി നേട്ടങ്ങൾക്ക് പിന്നാലെ ഗായിക ബില്ലി ഐലിഷ് ബാർബിയിലെ ഗാനത്തിലൂടെ വീണ്ടും ഓസ്കർ സ്വന്തമാക്കി. എന്റർടൈൻമെന്റ് ഡെസ്ക് 24. ഒപ്പം ഇവർ ഗംഭീര സിനിമ ആയിരുന്നു, ഒന്നായിരുന്നു തർക്കമൊന്നുമില്ല. പക്ഷേ 7 ഓസ്കാറൊക്കെ മേടിക്കാനുള്ള സിനിമ ഉണ്ടായിരുന്നോ? വ്യക്തിപരമായ എൻ്റെ ഒരു സംശയം ചോദിച്ചാൽ കേട്ടോ. സിനിമ ഗംഭീരമായിരുന്നു, തർക്കമാക്കരുത്തില്ല. ഷാന് പറയുകയാണ്, ഇന്നലെ മലപ്പുറം ജില്ലയിൽ ചിലയിടത്ത് മഴ പെയ്തു. ഞങ്ങൾക്ക് ഉച്ചരക്കടവ് മേലാറ്റൂർ ഇവിടെ ഒന്നും മഴ കിട്ടിയിട്ടില്ല. ചൂടും നോമ്പും എങ്ങനെ പോകുമല്ലേ? മഴ ഉണ്ടാകുമെന്ന് നല്ല പ്രതീക്ഷ ഉണ്ടാകും. ഇങ്ങനെ ചൂടിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പ് കെടുക്കും. 16ാമത് തിക്കുറിശി ഫൗണ്ടേഷൻ മാധ്യമ പുരസ്കാരം 24-ന്. ദൃശ്യമാധ്യമ വിഭാഗത്തിൽ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് ലഭിച്ചു. ചൈന അതിർത്തിയിലെ റിപ്പോർട്ടിങ്ങിനാണ് പുരസ്കാരം. ഈ മാസം 13-ന് തിരുവനന്തപുരത്താണ് പുരസ്കാര വിതരണ ചടങ്ങ്. പുതിയതായി ഉദ്ഘാടനം ചെയ്ത തലശ്ശേരി ബൈപ്പാസിന്റെ ക്രെഡിറ്റിനായി BJP CPIM പോര് തുടരുകയാണ്. BJPയുടെ റോഡ് ഷോയ്ക്ക് ശേഷം സംസ്ഥാന മന്ത്രിമാരുടെ ബസ് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി KSRTC ഡബിൾ ഡക്കർ ബസ്സിൽ നിന്ന് സജോ ദേവസ്യുണ്ട്. സജോ, തെരഞ്ഞെടുപ്പ് കാലമാണ്. സ്വാഭാവികമായും 2 കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾക്കാണ് കൂടുതൽ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഉറപ്പായും സ്വാഭാവികമാണ്. എങ്ങനെ പുരോഗമിക്കുന്നു ഇരു കൂട്ടരുടെയും യാത്രകൾ, സജോ? ഹാഷ്മിയ, അങ്ങനെ സ്വാഭാവികമായും ഈ ഒരു വലിയ വികസന പദ്ധതിയാണ്. ആ പദ്ധതി സംബന്ധിച്ചുള്ള അവകാശവാദങ്ങൾ സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. അതായത് BJPക്കാർ അത് കേന്ദ്രത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട പദ്ധതി എന്ന് സ്വാഭാവികമായി അവകാശപ്പെടാൻ ശ്രമിക്കും. അതിൻ്റെ ഭാഗമായുള്ള റോഡ് ഷോയൊക്കെ അവർ സംഘടിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, ഒപ്പം നിയമസഭാ സ്പീക്കർ AN ഷംസീർ, അദ്ദേഹവും ഡബിൾ ഡക്കർ ബസ്സിൽ ഈ പാതയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഒരു 4.5 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പുണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി. അത്രയും സുദീർഘമായ ഒരു കാത്തിരിപ്പിന് ശേഷം ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്ന സവിശേഷതയുണ്ട്. ഒപ്പം ദേശീയപാതയുടെ ഒരു പ്രധാനപ്പെട്ട റീച്ചാണ് എന്ന നിലയ്ക്കുള്ള പ്രാധാന്യമുണ്ട്. അങ്ങനെ ആ നിലയ്ക്കൊക്കെ, അതായത് രാഷ്ട്രീയമായി 2 ലോക്സഭാ മണ്ഡലങ്ങളിലെ ബന്ധിപ്പിക്കുന്ന 2 ലോക്സഭാ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതി എന്ന നിലയ്ക്കുള്ള പ്രാധാന്യം കൂടിയുണ്ട്. കാരണം വടകര പാർലമെൻറ്റ് മണ്ഡലം, ഒപ്പം കണ്ണൂർ ലോക്സഭ 2 മണ്ഡലത്തെയും ഇത് യഥാർത്ഥത്തിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് 2 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ, അത് NDA സ്ഥാനാർത്ഥികളും ഒപ്പം LDF സ്ഥാനാർത്ഥികളും പ്രത്യേകം റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് വിഷയം കൂടി ഇതാകുന്നുണ്ട് എന്ന ഒരു പ്രാധാന്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ഇതൊരു തിരഞ്ഞെടുപ്പ് വിഷയമാണ്. ആരാണ് ഈ പദ്ധതി നടപ്പാക്കിയത്? അതിൻ്റെ അവകാശവാദങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെതായ അവകാശവാദമുണ്ട്. വളരെ വേഗത്തിൽ, അതായത് 2018-ൽ ഇടത് സർക്കാർ അധികാരമേറിയതിനു ശേഷം ഈ അക്വിസിഷൻ വളരെ വേഗത്തിലാക്കി. അങ്ങനെയാണ് ഈ ഇത്രയും വേഗത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. ഒപ്പം ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി പ്രത്യേക തുക ചിലവഴിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ, അതായത് 20% സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്ര വേഗത്തിൽ പദ്ധതി നടപ്പായതെന്ന് പറയുന്നു. ഒപ്പം BJP അവരുടെ അവകാശവാദം തുടരുന്നു. എന്തു തന്നെയാണെങ്കിലും നാടിന് ഈ പദ്ധതി ഏതായാലും വളരെ വികസന നേട്ടത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. കാരണം നിലവിൽ 1.5 മണിക്കൂർ ഒരു 20 മിനിറ്റിലേക്ക് ചുരുങ്ങുകയാണ്. അത്രയും 3-1 താഴെ എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലേക്ക് ചുരുങ്ങുന്നു എന്ന ഒരു പ്രാധാന്യമുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു നേട്ടമായി തന്നെ കാണാം. ഒപ്പം ഇവിടെ ഒരു ടോൾ ഉണ്ട് എന്നതൊരു പ്രതിസന്ധിയാണ്. പക്ഷേ ടോൾ എന്നത് മാറ്റി നിർത്തിയാൽ ദേശീയപാതയുടെ ആദ്യ റീച്ചുകളൊക്കെ പൂർത്തിയാകുന്നതോടുകൂടി ഈ പാത
ഇത് 45 മീറ്ററിൽ 6 വരിയും 5.5 മീറ്ററിൽ സർവീസ് റോഡും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണത്. നാടിന് അത്രയും ഗുണം ചെയ്യുന്ന പദ്ധതിയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ അവകാശവാദങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തിരഞ്ഞെടുപ്പ് വിഷയം കൂടിയായി മാറുന്നു എന്നാണ് എടുത്തു പറയേണ്ടത്. ഹാഷ്മി, സജോ ദേവസ്യാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ആ ബൈപ്പാസിലുള്ള ആരാണ് അതിൽ കൂടുതൽ റോൾ വഹിച്ചത്, അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ റോൾ, അല്ലെങ്കിൽ ആരാണത് പണിഞ്ഞത് എന്നതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്, അപ്പോൾ അതിന് ക്രെഡിറ്റ് എടുക്കുക. എന്തായാലും ക്രെഡിറ്റ് ആര് വേണമെങ്കിൽ എടുക്കട്ടെ. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് യാത്രാ ദുരിതത്തിന് അത് സഹായകരമാകുമെങ്കിൽ, ചെറിയ ടോളല്ല, നല്ല തുക കൊടുത്താണ് യാത്ര ചെയ്യേണ്ടത്, എങ്കിൽ കൂടിയും യാത്രാ ദുരിതത്തിന് സഹായമാകുമെങ്കിൽ നല്ലത്. റമദാനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസികൾ. പുണ്യം പെയ്തിറങ്ങുന്ന റമദാൻ മാസത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇസ്ലാം മത വിശ്വാസികൾ. മാനത്ത് റമദാൻ അമ്പിളി തെളിയുന്നതോടെ നോമ്പുകാലം ആരംഭിക്കും. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിലൂടെ മനസ്സും ശരീരവും സമ്പത്തും ശുദ്ധീകരിച്ച് പുതിയൊരു മനുഷ്യനാകാനാകും വിശ്വാസികളുടെ ശ്രമം. പുണ്യ റമദാനെ വരവേൽക്കാൻ വിശ്വാസി സമൂഹം ഒരുങ്ങിക്കഴിഞ്ഞു. ഭവനങ്ങളും മസ്ജിദുകളും ശുദ്ധിയാക്കി പുണ്യകർമ്മങ്ങളിലൂടെ മനസ്സിനെ പാകപ്പെടുത്തി റമദാനായി കാത്തിരിക്കുകയാണ് ഇസ്ലാം മത വിശ്വാസികൾ. ഇന്ന് ഇശാ നിസ്കാരത്തോടെ മാസപ്പിറവി ദർശിച്ചാൽ നാളെ മുതൽ കേരളത്തിൽ നോമ്പുകാലം. UAE, സൗദി, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ രാജ്യങ്ങളിൽ ഇന്നാണ് റമദാൻ 1. ഒമാനിൽ വ്രതാരംഭം നാളെ. റമദാൻ മാസത്തിൽ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അതിന് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ വിശ്വാസി സമൂഹം ഇനിയുള്ള ഒരു മാസക്കാലം ദാനധർമ്മങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വ്യാപൃതരാകും. നാളെ മുതൽ പള്ളികളിൽ തറാവീഹ് നമസ്കാരം, വീടുകളിലും പള്ളികളിലും പൊതുസ്ഥലങ്ങളിലും ഇഫ്താർ വിരുന്നൊരുങ്ങും. അങ്ങനെ ഇനിയുള്ള ഒരു മാസക്കാലം ഇസ്ലാം മത വിശ്വാസികൾക്ക് ആത്മസമർപ്പണത്തിന്റെ നാളുകൾ. റമദാനുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും വിശേഷങ്ങളും പ്രാധാന്യത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം 24 സജ്ജം. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ വ്രതാനുഷ്ഠാനത്തിൻ്റെ വിശുദ്ധ മാസത്തിലും ഗസയിൽ വെടിനിർത്തലില്ല. റഫയിലും നുസ്രത്തിലും ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം തുടരുകയാണ്. അലക്സ മോസ്കിലേക്ക് ഫലസ്തീനികൾക്ക് ഇസ്രായേൽ പ്രതിരോധ സേന പ്രവേശനം നിഷേധിച്ചു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രാജിവെക്കണമെന്ന് UNലെ ഇസ്രായേൽ അംബാസഡർ ആവശ്യപ്പെട്ടു. റംദാൻ വ്രതാരംഭത്തിലെ ആദ്യ ദിനത്തിലും ഗസയിൽ ഇസ്രായേലിന്റെ കനത്ത ആക്രമണം തുടരുകയാണ്. ഖാൻ യൂനിസ്, ഗസ സിറ്റി, റഫ, നുസ്രത്ത് എന്നിവിടങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു. കിഴക്കൻ ജെറുസലേമിലെ അൽ-അക്സ മോസ്കിൽ പ്രാർത്ഥനയ്ക്കെത്തിയ പലസ്തീനികളെ ഇസ്രായേൽ സേന തടഞ്ഞു. സംഘർഷത്തിനിടയിലും ടെന്റുകളിൽ വിളക്കുകൾ തെളിയിച്ച് ഗസയിലെ ജനങ്ങൾ റംദാന് തുടക്കമിട്ടു. പുണ്യമാസത്തിൽ ഗസയിലെ ജനങ്ങളെ ഓർക്കുന്നുവെന്ന് പറഞ്ഞ US പ്രസിഡന്റ് ജോ ബൈഡൻ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടു. ബന്ദികളുടെ കുടുംബാംഗങ്ങളെ കാണാൻ തയ്യാറാകാത്ത UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രാജിവെക്കണമെന്ന് UNലെ ഇസ്രായേൽ അംബാസഡർ ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെ ആർമി റേഡിയോയിലൂടെയായിരുന്നു ഗിലാഡ് എർഡന്റെ പരാമർശം. ഗസയിലെങ്ങും കടുത്ത പട്ടിണിയാണെന്ന് UN അഭയാർത്ഥി ഏജൻസി UNWRA അറിയിച്ചു. അവശ്യ വസ്തുക്കളുമായി സൈപ്രസിൽ നിന്ന് ഗസയിലേക്ക് പുറപ്പെട്ട കപ്പൽ വൈകുകയാണ്. സാങ്കേതിക തകരാറെന്നാണ് വിശദീകരണം. തുറമുഖ നിർമ്മാണത്തിനായി അമേരിക്കൻ കപ്പലായ ജനറൽ ഫ്രാങ്കസ് ബൈസൺ ഗസയിലേക്ക് പുറപ്പെട്ടു. അതിനിടെ US പ്രസിഡന്റ് ജോ ബൈഡന്റെ കം ടു ജീസസ് പരാമർശത്തെ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ഇസ്രായേലിന്റെ യുദ്ധനയത്തെ ബൈഡൻ വിമർശിച്ചത് തെറ്റായിപ്പോയെന്ന് നെതന്യാഹു പറഞ്ഞു. നെതന്യാഹു ഇസ്രായേലിന് ദ്രോഹം ചെയ്യുന്നുവെന്നായിരുന്നു ബൈഡന്റെ പരാമർശം. ഇന്റർനാഷണൽ ഡെസ്ക് 24. സീറ്റ് ചോദിക്കുന്നുണ്ട്, ആഷ്മി 24 സർവേ എപ്പോഴാണ് വരുന്നുണ്ട്? ഘട്ടം ഘട്ടമായുള്ള ഗംഭീര സർവേകൾ വരുന്നുണ്ട്. എന്താ നമ്മളാണ് ആദ്യം ജനത്തിന്റെ മൂടറിയാനുള്ള ഒരു മൂട്രാക്കർ എന്ന സർവേ ആദ്യം നടത്തിയത്. ഏതാണ്ട് അതിന് പ്രകാരം തന്നെ രാഷ്ട്രീയ കാലാവസ്ഥ പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇപ്പം സ്ഥാനാർത്ഥി ചിത്രങ്ങൾ പൂർണ്ണമാണ്. സർവേ പണിപ്പൂരയിലാണ്. തിരികെത്താൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചെറിയൊരു ഇടവേള. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 2:20:59 CPI മെമ്പർഷിപ്പ് പുതുക്കാൻ താല്പര്യമില്ലെന്ന് മുൻ ദേവികുളം MLA S. രാജേന്ദ്രൻ. ചതിയന്മാർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല. പാർട്ടിയിൽ താൻ തുടരരുതെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിയുടെ ആഗ്രഹം. മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നതുകൊണ്ട് BJPയിൽ പോകുമെന്ന് അർത്ഥമില്ലെന്നും S. രാജേന്ദ്രൻ പറഞ്ഞു. സഹകൾ വന്നിരുന്നു, പാർട്ടിയാണ് വരുന്നത്. അത് ആ നിലയിൽ ബഹുമാനത്തോട് തന്നെയാണ് കാണുന്നത്. മെമ്പർഷിപ്പ് പുതുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു വാദത്തിലേക്കോ ഒരു പ്രചരണത്തിലേക്കോ പോകാൻ ആഗ്രഹിച്ചതുമല്ല. പിന്നെ എന്നും ഈ വാർത്ത വരുന്നതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത് ഇപ്പോൾ വേണേൽ ആരെങ്കിലും പറയുമോ എന്ന് നോക്കാലോ. അത് കെട്ടിച്ചമച്ച് ചതി ഉണ്ടാക്കിയതാണ്. ആ ചതിയൻ ആളുകൾ ഒപ്പം നിന്ന് പോകാൻ എനിക്ക് മനസ്സ് അങ്ങോട്ട് അടുക്കുന്നില്ല. അതാണ് മെമ്പർഷിപ്പ് പുതുപ്പിക്കാൻ പറ്റാത്തത്.
രാഹുൽ വിജയൻ ചേരിയാണ്. രാഹുൽ, അപ്പോൾ CPM-ആയുള്ള ബന്ധം ഏതാണ്ട് വേർപെടുത്തുകയാണ് രാജേന്ദ്രൻ എന്ന് വേണം മനസ്സിലാക്കാൻ. സസ്പെൻഷനാണ് ഇപ്പോൾ ഉള്ളത്. തിരികെ അങ്ങോട്ടേക്കില്ല. തിരികെ എങ്ങോട്ടേക്കാണ് എന്നാണ് ചോദ്യം. രാജേന്ദ്രൻ, എന്തായാലും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഒരു മറുപടി ഇതുവരെ തന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജേന്ദ്രൻ BJP-യിലേക്ക് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ കാര്യമായിട്ട് തന്നെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാജേന്ദ്രൻ പറഞ്ഞത് താൻ BJP-യിലേക്കില്ല, BJP-യുടെ നേതാക്കൾ PK കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾ തന്നെ സമീപിച്ചിരുന്നു, പക്ഷേ പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ വാർത്തകളൊക്കെ വലിയ രീതിയിൽ വന്നതിന് പിന്നാലെയാണ് CPM-ന്റെ ഏരിയ സെക്രട്ടറി ഈ രാജേന്ദ്രന്റെ വീട്ടിലെത്തുകയും മെമ്പർഷിപ്പ് പുതുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മെമ്പർഷിപ്പ് പുതുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള KV ശശിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള വിമർശനവും രാജേന്ദ്രന്റെ ഭാഗത്തു നിന്ന് വന്നു. കാരണം മൂന്നാറിലെ പ്രധാനപ്പെട്ട മറ്റൊരു നേതാവ് കൂടിയാണ് KV ശശി. ഈ KV ശശിയാണ് തനിക്കെതിരെ നടപടിയെടുക്കാൻ കാരണക്കാരനെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ഈ രാജേന്ദ്രൻ പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, KV ശശിയാണല്ലോ ബുദ്ധിജീവി. BJP നേതാക്കൾ വീട്ടിലെത്തിയാലും ചർച്ച നടത്തിയാലും സ്ഥിരീകരിച്ചത് രാജേന്ദ്രൻ തന്നെയാണ്. CPM-ലേക്ക് ഇനിയില്ല, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന രാജേന്ദ്രൻ്റെ നിലപാട്. ആ ചർച്ചകൾക്ക് കൂടുതൽ കരുത്തു പകരുമോ? രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കേരള സർവകലാശാല കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ SFI KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിൻ്റെതാണ് നടപടി. SFIക്കെതിരെ വിമർശനവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് കന്റോൺമെന്റ് പോലീസിന്റെ നടപടി. KSU പ്രവർത്തകരെ ആക്രമിച്ചതിന് ജില്ലാ സെക്രട്ടറി ആദർശ് ഉൾപ്പെടെ 19 SFI പ്രവർത്തകർക്കെതിരെയാണ് കേസ്. സംഘാടക സമിതി നൽകിയ പരാതിയിൽ കലോത്സവം അലങ്കോലപ്പെടുത്തിയതിന് KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ, ലോ കോളേജ് ചെയർപേഴ്സൺ അപർണ ഉൾപ്പെടെ 19 പേർക്കെതിരെയുമാണ് കേസ്. KSU പ്രവർത്തകരുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. SFI പ്രവർത്തകർക്ക് ഭ്രാന്ത് പിടിച്ചെന്നും അധ്യാപകരും പോലീസും അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതായും രമേശ് ചെന്നിത്തല. SFIക്ക് എന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ക്രിമിനൽ സംഘങ്ങളായി മാറുന്നു. ഇവർക്ക് ഭ്രാന്ത് പിടിച്ച മട്ടിലാണ്. കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഇവരെ പരാജയപ്പെടുത്തുന്നത് കണ്ട് SFIക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും KSU പ്രവർത്തകരെ ഭീകരമായി മർദ്ദിച്ചു. സർവകലാശാല യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികളെ മർദ്ദിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? കലോത്സവം ഇന്ന് സമാപിക്കും. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വേദികളിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. 24 തിരുവനന്തപുരം. പ്രതിഷേധങ്ങൾക്കിടയിലും കേരള സർവകലാശാല യുവജനോത്സവത്തിൽ മിന്നും പ്രകടനം നടത്തി തന്റെ പ്രതിഭയ്ക്ക് അടിവരയിടുകയാണ് പിന്നണി ഗായകൻ മുരളീകൃഷ്ണ. മത്സരിച്ച ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഗസലിലും 1-ാം സ്ഥാനത്തോടെയാണ് മുരളീകൃഷ്ണയുടെ വിജയത്തിളക്കം. ബി മുരളീകൃഷ്ണ, തിരുവനന്തപുരം കവടിയാർ സ്വദേശി, മാറിവാനിയോസ് കോളേജിലെ 1-ാം വർഷ M.Com വിദ്യാർത്ഥി. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ മത്സരാർത്ഥിയായി എത്തിയ മുരളീകൃഷ്ണ ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഗസലിലുമാണ് മത്സരിച്ചത്. 2 ഇനത്തിലും 1-ാം സ്ഥാനം. 2022 ആദ്യമായിട്ട് ഞാൻ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പങ്കെടുക്കുന്നത്. അപ്രാവശ്യവും എനിക്ക് ഹിന്ദുസ്ഥാനി ഫസ്റ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോഴും 2024 ഹിന്ദുസ്ഥാനിക്കും ഗസലും. ഗസൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. മുരളീകൃഷ്ണ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് തന്റെ സാന്നിധ്യം ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. മഹേഷും മാരുതിയും, ഗഗനചാരി, ബാന്ദ്ര എന്നീ ചിത്രങ്ങളിലൂടെ മുരളിയുടെ മനോഹര ശബ്ദം മലയാളികൾ കേട്ടിട്ടുണ്ട്. മനസ്സിൻ പാതയിൽ പലവുരു വന്നിടും മുഖമൊന്നുണ്ടാരാനോ. സംഗീത സംവിധായകനായി തന്നെ അടയാളപ്പെടുത്തണം എന്നതാണ് സ്വപ്നം. 1-2 മൂവീസൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഐ വിൽ ബി ഏബിൾ ടു അനൗൺസ് ദം സൂൺ. കൺകളാൽ കൺകളിൽ തായമാടിനായി, കൈകളാൽ കൈകളിൽ രേഖ മാറ്റിനായി. 24 തിരുവനന്തപുരം. രാജേന്ദ്രവേല പറയുകയാണ്, പണം വാങ്ങി യുവജനോത്സവത്തിന് മാർക്കറ്റ് രക്ഷിക്കാൻ ശ്രമം എന്ന് പറയുകയാണ്. ആ ശ്രമം, അങ്ങനെ ശ്രമം ഉണ്ടായിക്കൂടാ. കാര്യം അതിൻ്റെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. ശിക്ഷിക്കപ്പെടട്ടെ. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
അനോറാസ്റ്റി ചോദിക്കുകയാണ്, എന്നെ പോലുള്ള പ്രേക്ഷകർക്ക് 24 നൽകുന്ന ഗ്യാരണ്ടി എന്താണ് ആഷ്മി ചോദിക്കുകയാണ്. ഗ്യാരണ്ടി കാലത്തെ ചോദ്യമാണ്. നമ്മൾ നൽകുന്ന ഗ്യാരണ്ടി നിഷ്പക്ഷ വാർത്ത, ജനപക്ഷ വാർത്ത 100%. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ 1.5 മണിക്കൂർ നിന്ന് വാർത്തയാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു. നമ്മളിനി കാണുക ഇന്ന് വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിലാണ്. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.